ഗുഡ് ഈവനിങ്. മാറ്റിനി ഫിലിമിനാറിലേക്ക് എല്ലാവർക്കും സ്വാഗതം. രാജ്യം എന്ന 78ാമത്തെ ഇൻഡിപെൻഡൻസ് ഡേ ആഘോഷിക്കുകയാണ്. എല്ലാവർക്കും ആ സ്വാതന്ത്ര്യത്തിന്റെ ആശംസകൾ നേരുകയാണ്. സോ ഇന്നത്തെ വ്യാഴാഴ്ച ദിവസം നമ്മൾ ഹോളിസ്റ്റിക് ഹെൽത്തുമായി ബന്ധപ്പെട്ട ക്ലാസ്സുകളാണ് എടുക്കുന്നത്. ഇന്ന് ആ ഹോളിസ്റ്റിക് ഹെൽത്തിനെ ഒരു സ്വല്പം ഒന്ന് മോഡിഫൈ ചെയ്യും. നമ്മുടെ രാജ്യത്തിന്റെ ആ സ്വാതന്ത്ര്യവും കൂടെ രുചിച്ചറിയാൻ പക്ക വിധത്തില് നമുക്കതിനെ ഹോളിസ്റ്റിക് ഫ്രീഡം എന്നുള്ള ഒരു ടൈറ്റിലേക്ക് ഒന്ന് മാറ്റുകയാണ്. തീർച്ചയായിട്ടും സമഗ്രമായിട്ടുള്ള അല്ലെ എല്ലാ അർത്ഥത്തിലുമുള്ള ഒരു സ്വാതന്ത്ര്യമാണ് നമ്മളിപ്പോൾ അനുഭവിച്ചുകൊണ്ടിരിക്കുന്നത്. അത് നമ്മളുടെ സെൽഫിനാണെങ്കിലും നമ്മളുടെ മനസ്സിനാണെങ്കിലും നമ്മുടെ ശരീരത്തിനാണെങ്കിലും നമ്മുടെ എൻവയോൺമെന്റിനാണെങ്കിലും നമ്മുടെ സോഷ്യൽ തലത്തിലൊക്കെ. സോ തീർച്ചയായിട്ടും ഇതൊക്കെ പൂർണ്ണ സ്വാതന്ത്ര്യത്തോടെ ഇതെല്ലാം ഉപയോഗിക്കാനുള്ള പൂർണ്ണ അധികാരം നമുക്കുണ്ട്. അധികാരത്തെ കൂടുതൽ മനസ്സിലാക്കി മുന്നോട്ട് കൊണ്ടുപോകാൻ തക്കവണ്ണം ഒരു ഹോളിസ്റ്റിക് ഫ്രീഡം നമ്മുടെ ജീവിതത്തിലേക്ക് കടന്നു വരട്ടെ എന്ന് ആശംസിച്ചുകൊണ്ട് ആ ഒരു വിഷയവുമായി ബന്ധപ്പെട്ട് ഇളങ്കോ സാറിന്റെ വാക്കുകൾ തീർച്ചയായിട്ടും നമുക്ക് ഒത്തിരി ഫലപ്രദമായിരിക്കും, ഗുണകരമായിരിക്കും. അപ്പൊ നിങ്ങൾ എല്ലാവരും ഈ പ്രോഗ്രാമിൽ ക്ഷണിക്കുന്നതോടൊപ്പം ഇളങ്കോ സാറിനെയും. ഇളങ്കോ സാർ, യു ആർ വെൽക്കം. Thanks a lot, sir. Thank you for giving me an opportunity on the fantastic Independence Day. ഞങ്ങളെ സെഷൻ തുടങ്ങുന്നതിന് മുമ്പ് നാഷണൽ ഫ്ലാഗ് ആൻഡ് ഇറ്റ്സ് ഇമ്പോർട്ടൻസ്, അല്ലെങ്കിൽ നമ്മൾ ഇൻഡിപെൻഡൻസ് ഡേയില് സ്വീറ്റ് കൊടുക്കുന്നതിനെക്കാട്ടിലും കൂടുതൽ നാഷണൽ ഫ്ലാഗിന് ഇമ്പോർട്ടൻസ് കൊടുക്കുകയാണ്. ബൈ ഹോയിസ്റ്റിംഗ് ഇൻ ഓൾ ജംഗ്ഷൻസ്, കാറില് നാഷണൽ ഫ്ലാഗ് വയ്ക്കുക, ഇങ്ങനൊക്കെ കാര്യങ്ങളിൽ എന്താന്ന് ഒന്ന് സംസാരിച്ചുകൊണ്ടിരുന്നു. Now I was feeling too much proud and I started having self-identity. Real self-identity എന്ന് പറഞ്ഞാൽ, ഞാൻ ഫ്രീഡം ദിവസമായതുകൊണ്ടാണ് ഇതൊക്കെ സംസാരിക്കുന്നത്. When I stand somewhere in abroad, either in UAE or in Western country or some other country, എൻ്റെ കയ്യിൽ ഒരു ബുക്ക് കാണും. ആ ബുക്കാണ് യഥാർത്ഥത്തിൽ ഹൂ ആം ഐ എന്ന് ഡിക്ലെയർ ചെയ്യുന്ന ഒരു സാധനം. അതിൻ്റെ ഔട്ടർ കവർ ഇൻഡിഗോ കളർ, ഡാർക്ക് ബ്ലൂ കാണുമ്പോൾ ഹീ ഈസ് ഇന്ത്യൻ. അതിനെക്കാട്ടിലും അവരൊക്കെ പറയുന്ന വാക്ക് എന്ന് പറഞ്ഞാൽ ഹീ ഈസ് ബ്ലഡി ഇന്ത്യൻ എന്നാണ്. അപ്പം when they say bloody Indian, I was feeling proud because I come across this particular word and I explained to that particular, I will not say that idiot, I will say that gentleman. Yes, I am 100% right. I am a bloody idiot because I have a blood which you may not have it. എന്ന് ഒറ്റ ലൈനാണ് ഞാൻ പറഞ്ഞത് അവിടെ വെച്ച്. Then he perhaps sought apology immediately. Gentleman, sorry, I never meant anything like that. It's a phrase we used to say. അറിയാം, നമ്മുടെ ശശി തരൂർ US നിന്ന് ഇംഗ്ലീഷ് സംസാരിക്കുന്ന രീതിയിൽ ഇന്ത്യയിൽ വന്നിട്ട് ഐ സി പീപ്പിൾ ഓഫ് കാറ്റിൽ ക്ലാസ് എന്ന് ഒരു അടിയടിച്ചു. ഈ കാറ്റിൽ ക്ലാസ്സിനെ പിടിച്ച് നമ്മളെല്ലാവരും തൂങ്ങി നടന്നു. അപ്പം ഹീ സെഡ് ദാറ്റ് കാറ്റിൽ ക്ലാസ് എന്ന് പറഞ്ഞാൽ കോമണേഴ്സിനെ US ഏരിയയിൽ സിംപ്ലറായിട്ട് പറയുന്ന ഒരു വാക്കാണെന്ന്. ബട്ട് when people started questioning, do you actually compare us with a cattle എന്നൊക്കെ ചോദിച്ചപ്പോഴാണ് ഇങ്ങനെയും ഒരു അർത്ഥമുണ്ടോ എന്ന് പറഞ്ഞ് then he asked apology. He said that I never meant anything like that. You ask any Western people, they all will talk like this in a slang. അപ്പോൾ അതിന് റിപ്ലൈ ബാക്കിയുള്ളവർ കൊടുത്തത്, ഇന്ത്യയിലുള്ളവർ, വെസ്റ്റേണർ മേ ബി ടെല്ലിംഗ് വിതൗട്ട് നോയിങ് ദ auspiciousness of cattle or the level of cattle. You being an Indian, you are not supposed to say എന്ന് പറഞ്ഞു. Okay, we will come back to our freedom. So freedom, ഇന്നത്തെ ദിവസം സാർ എനിക്ക് തന്ന ടോപ്പിക് ഹോളിസ്റ്റിക് ഫ്രീഡം. Have anybody thought that what is freedom? ആരെങ്കിലും ഒരാൾ എനിക്ക് സപ്പോർട്ട് ചെയ്ത് തന്നാൽ കുറച്ചുകൂടെ കൊള്ളാമായിരുന്നു. വാട്ട് ഈസ് ഫ്രീഡം? അഡ്മിറ്റ് ചെയ്തോളൂ, നമുക്കൊരു ചർച്ച പോലെ പോകാം. അതെ, അങ്ങനെ ആയിരിക്കുമ്പോഴാണ് കുറച്ചുകൂടെ എല്ലാവരും നമ്മൾ ജീവിക്കുമ്പോ നമുക്ക് എല്ലാ തരത്തിലും കിട്ടുന്ന സ്വാതന്ത്ര്യമാണ് ഫ്രീഡം. രമാവതി മാഡം, ഫണ്ടാസ്റ്റിക്. ഞാൻ എന്തുകൊണ്ട് ഈ ചോദ്യം ഇവിടെ ഉന്നയിച്ചു എന്ന് പറഞ്ഞാൽ, ഞാൻ ജീവിക്കുന്ന സമയത്ത് എനിക്ക് എല്ലാവിധ ആക്ഷൻസ് ചെയ്യാനുമുള്ള സ്വാതന്ത്ര്യമുണ്ട്. എന്റെ റോട്ടിൽ നടക്കുമ്പോൾ എൻ്റെ മൂന്നാമത്തെ വീട്ടുകാരന് എന്നെ നോക്കി ചിരിക്കുന്നില്ല. അപ്പോൾ എനിക്ക് അയാളെ ചപ്പക്കുട്ടിക്ക് 2 അടി അടിക്കണമെന്ന് തോന്നി. അപ്പോഴും പുള്ളി ചിരിച്ചിട്ടില്ല. ഒരു സുപ്രഭാതത്തിൽ ഞാൻ എൻ്റെ വീട്ടില് പിച്ചാത്തി കണ്ടു.
ഈ പിച്ചാത്തിനെ ഒന്ന് അവന്റെ വയറ്റിൽ കയറ്റിയാലോ എന്ന് ഞാൻ ആലോചിച്ചു. ഓക്കെ, ആം ഐ നോട്ട് ഹാവിംഗ് ഫ്രീഡം? ഞാൻ അങ്ങോട്ടാണ് ചിന്തിച്ച് നോക്കിയത്. ഓക്കെ. അപ്പൊ ഫ്രീഡമിന് ഒരു റൈറ്റ് ഡെഫിനിഷൻ ഉണ്ട്, which we are not actually interpreting rightly. ഇങ്ങനെയാണ് എനിക്ക് തോന്നിയത്. Because I have not interpreted rightly till date. നമ്മൾ എല്ലാവരും എപ്പോഴും ഫ്രീഡം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എനിക്ക് ചെയ്യാനുള്ള സ്വാതന്ത്ര്യം, എനിക്ക് ഇൻഡിപെൻഡന്റ് ആയിട്ട് ബാക്കിയുള്ളവരുടെ ബിലോങ്ങിങ്നെസ്സിനെ കവർ ചെയ്യാത്ത ഒന്ന്. അതാണ് ഞാൻ ക്രൂഡ് എക്സാമ്പിൾ പറഞ്ഞത്. എൻ്റെ വീട്ടിന് ഓപ്പോസിറ്റിലുള്ള ഒരുത്തൻ എന്നെ കൊണ്ട് നോക്കി 2 ദിവസം ചിരിക്കാത്തപ്പം ഞാൻ അടിക്കാൻ തോന്നി, പിന്നെയും ചിരിക്കാത്തപ്പം എനിക്ക് പിച്ചാത്തി കൊണ്ട് കയറ്റാൻ തോന്നി. സോ സാറേ, ഉലഹനൻ സാർ എന്തോ പറയുന്നുണ്ട്. അതുപോലെ സാർ പറയണു സാർ. സാർ, സ്വാതന്ത്ര്യം യഥാർത്ഥത്തില് എനിക്കുള്ള സ്വാതന്ത്ര്യം മറ്റൊരാൾക്ക് അസ്വാതന്ത്ര്യമായി മാറാത്ത രീതിയിലാണ് പ്രവർത്തിക്കുന്നത്. എനിക്ക് സ്വാതന്ത്ര്യമുണ്ട്, പക്ഷെ നിങ്ങളുടെ സ്വാതന്ത്ര്യത്തിൽ ഞാൻ കൈകടത്തരുത്. അതൊരു ലിമിറ്റേഷൻ കൊടുക്കുക. Yes, that means when we say സ്വാതന്ത്ര്യം or freedom, the freedom has a right limitation. സ്വാതന്ത്ര്യം ഉണ്ടെന്ന് എന്തും ചെയ്യാൻ പാടില്ല. അതെ, ഫ്രീഡം എന്ന് അത് സാർ വേറെ എന്തോ ഒരു ആൻസർ കൂടെ കിട്ടിയതുപോലെ തോന്നി. സ്വാതന്ത്ര്യം എന്തും ചെയ്യാൻ പാടില്ല, അതിന് ലിമിറ്റ് ഉണ്ട്. സ്വാതന്ത്ര്യത്തിന് തെറ്റ് ചെയ്യാൻ പാടില്ല സാറേ. ഒരു മോഷ്ടാവ്, ഒരു കള്ളൻ, അവന്റെ ജീവിതമേ കള്ളത്തനമാണ്, മോഷ്ടിക്കുന്നതാണ്, ഡെയിലി രാത്രി മോഷ്ടിക്കുന്നത്. അവന്റെ പ്രൊഫഷൻ എന്ന് വെച്ചാൽ അവൻ പറയാൻ പോകുന്നത് തെഫ്റ്റ് എന്നാണ് അവന്റെ ഡെഫിനിഷൻ ആയിട്ട് അവൻ വെച്ചിരിക്കുന്നത്. അവൻ എന്റെ വീട്ടിൽ വന്ന് മോഷ്ടിക്കുന്നത് അപ്പം തെറ്റാണോ? അവനെ സംബന്ധിച്ചോളും അവനെ പൊതുവെ ശരിയായിരിക്കാം. ഇതാണ് ഞാൻ ഈ ഇടയ്ക്ക് ജസ്റ്റ് ഒരു ഏരിയയിൽ വായിച്ച് ലോ ഓഫ് ആവറേജ്. ലോ ഓഫ് ആവറേജ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ്? നമ്മൾ ഇപ്പം ഇതിനകത്ത് ഇരിക്കുന്ന ആൾക്കാരില് ഒരു 52% ആൾക്കാർ ചേർന്നിട്ട് ഒരു കാര്യം ശരിയെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതാണ് ലോകത്തിലെ ഇനി ശരി. സിമ്പിളറായിട്ട് പറഞ്ഞാൽ പാർലമെന്റില് 543 പേര് ഇരിക്കവേ 270 പേര് അല്ലെങ്കിൽ 275 പേര് യെസ് പറഞ്ഞു കഴിഞ്ഞാൽ അത് ഇറ്റ് ഈസ് ബിക്കമിങ് an act and I am being bounded by that. 252 മീൻസ് 272 വേണ്ട. അന്നത്തെ പ്രസൻസിൽ ടോട്ടലി 400 പേരെ ഉള്ളാണെങ്കിൽ 200 പേർ പറഞ്ഞാൽ അത് ഇറ്റ് ഹാസ് ബിക്കം an act. സോ നമ്മുടെ ഫ്രീഡം എന്ന് പറയുന്ന വാക്ക്, ഐ വിൽ കം ബാക്ക് ടു അവർ ഫിസിയോളജി ആർ അവർ മെന്റൽ ഏരിയ. ഞാൻ അവിടെയാണ് ഞാൻ കൊണ്ടുവരാൻ ഉദ്ദേശിച്ചത്. ഇനിഷ്യലി ഐ വാസ് ട്രൈങ് ടു ഡിഫൈൻ വാട്ട് ഈസ് ഫ്രീഡം. ഫ്രീഡം എന്ന് പറയുന്നതിന് നമ്മൾ എല്ലാ ദിവസവും LKG അല്ലെങ്കിൽ ഞാൻ മിനിഞ്ഞാന്ന് ഒരു ക്ലാസ് എടുക്കുമ്പോൾ MBAക്ക് ക്ലാസ് എടുക്കുമ്പോൾ ഞാൻ ചോദിച്ചത് എന്നാണ്, 1ന് നെക്സ്റ്റ് ഡിജിറ്റ് എന്താണ്? 5ാം ക്ലാസ് കൊച്ചിനടുത്ത് ചോദിച്ചാൽ 1ന് നെക്സ്റ്റ് 2 എന്ന് പറയും. ഒരു BSc മാത്സ് പഠിച്ച ഒരാളുടെ അടുത്ത് 1ന് നെക്സ്റ്റ് ഡിജിറ്റ് എന്താന്ന് ചോദിച്ചു കഴിഞ്ഞാൽ എന്തായിരിക്കും സാർ? സാബു സാർ പറയാ. സാറ് ബിക്കോസ് ഹി ഈസ് എ ടെക്നോക്രാറ്റ് ആൻഡ് ഇതൊക്കെ എന്നോട് ചോദിക്കണമെന്ന് ചോദിക്കും. അല്ല, ഞാൻ ബാക്കി ആരെങ്കിലും ഒരാളെ ആൻസർ ചെയ്യണമെന്ന് പറഞ്ഞ് ഉദ്ദേശിച്ചാണ് ചോദിച്ചത്. 1 കഴിഞ്ഞാൽ 2 വരുന്നതിന് മുമ്പ് ഐ ഹോപ്പ് ദാറ്റ് മോർ ദാൻ 100 ഡിജിറ്റ്സ് ആർ ദെയർ. ശരിയാണോ സാർ? യെസ് യെസ്, തീർച്ചയായും. അപ്പൊ when we start think in advance, every definition changes its property. സീറോ ഇടാ, സീറോ. എത്ര വേണേലും ഇടാം. സീറോ അല്ല സാർ. 1.01, 1.002, 1.003, 1.03, 1.3. ഞാൻ അങ്ങോട്ടാണ് വന്നത്, വേറെ ഒന്നും അല്ല സാർ. 0 ഇടുന്നത് വിട്ടേക്ക, 0 കഴിഞ്ഞിട്ട് കുറെ ഡിജിറ്റ്സ് ആഡ് ചെയ്യാം. ശരിയാണോ സാർ? ആമി റൈറ്റ് ഗോപകുമാർ സാർ? സാർ പോയോ? സാർ ബ്രേക്ക് ആയി. സോ ഞാൻ കുറച്ചുകൂടെ എന്നാൽ ഈ മൈൻഡ്ഫുൾനെസ് ഒരു തലതിരിഞ്ഞ ടോപ്പിക് ആയിട്ടാണ് ഞാൻ എവറി ഡേ ഐ ഒബ്സർവ് മൈസെൽഫ്. മൈൻഡ്ഫുൾനെസ്സിന് ഞാൻ പറയുന്ന സിമ്പിൾ 7 വാക്കുകളാണെങ്കിലും ഐ സേ വളരെ സിമ്പിൾ ആയിട്ട്: aware, attend, be in the present, have moment to moment experience without prejudgment, with compassion,
ആൻഡ് ഫൈനൽ വേർഡ് ഈസ് ലെറ്റ് ഗോ. ഇങ്ങനെയാണ് ഈ 7 വാക്കുകൾ കൊണ്ടാണ് പറഞ്ഞെങ്കിലും വെൻ ഐ സ്റ്റാർട്ടഡ് എക്സ്പീരിയൻസിങ് അവയർനെസ് എന്ന് പറയുന്ന വാക്കിനെ പ്രോബ്ലി വി ക്യാൻ എക്സ്പ്ലെയിൻ ഇയേഴ്സ് ടുഗദർ എന്നാണ് തോന്നുന്നത്, നോട്ട് മന്ത്സ് ടുഗദർ, ഇയേഴ്സ് ടുഗദർ. അപ്പോൾ സാർ തന്ന ഹോളിസ്റ്റിക് ഫ്രീഡത്തിനെ കുറിച്ച് ഞാൻ ഒന്ന് ജസ്റ്റ് ആലോചിച്ച്, ഫ്രീഡമിനെ എന്താന്ന് മനസ്സിലായില്ലെങ്കിൽ നമ്മൾ ഹൗ ക്യാൻ വി തിങ്ക് അബൌട്ട് ഹോളിസ്റ്റിക് ഫ്രീഡം? ഹോളിസ്റ്റിക് എന്ന വേർഡ് ആർ an adjective or a preset word of holistic. Holistic defines in 3 forms. One, WHOLE, whole എന്ന് ഒരിടത്തില് അർത്ഥം വരുന്നുണ്ട്. വേറൊരിടത്തില് ഹോളിസ്റ്റിക് എന്ന് ചിന്തിക്കുമ്പോൾ HOLY, ഹോളി. ഹോളി എന്ന് പറഞ്ഞാൽ നമ്മൾ ഒരു സെയിന്റ് ഏരിയ എന്ന് ഒന്നും കൂടെ വരുന്നുണ്ട്. മൂന്നാമത്തെ ഹോളിസ്റ്റിക് എന്ന് പറഞ്ഞാൽ നമ്മുടെ ഈ സൈക്കോളജിയിൽ പറയുന്ന ഹോളിസ്റ്റിക് എന്ന് പറഞ്ഞാൽ ജസ്റ്റാൾട്ട് തിയറിയാണ് ഞാൻ എപ്പോഴും ഓർക്കുന്നത്. ജസ്റ്റാൾട്ട് തിയറിയിൽ ഹോളിസ്റ്റിക് സിസ്റ്റമാണ് നമ്മൾ അഡോപ്റ്റ് ചെയ്യേണ്ടതെന്ന്. ഇളങ്കോയിനെ പ്രാന്തെന്നോ അല്ലെങ്കിൽ ഇളങ്കോയുടെ ഒരു ഡീവിയേഷനെ ട്രീറ്റ് ചെയ്യണമെങ്കിൽ ആ ജസ്റ്റാൾട്ട് പറഞ്ഞത് ഇളങ്കോയെ മാത്രം ട്രീറ്റ് ചെയ്താൽ പോരാ, ഇളങ്കോയുടെ വീട്ടിന് ഇളങ്കോയുടെ വൈഫ് എങ്ങനെ ഇളങ്കോയെ സപ്പോർട്ട് ചെയ്യുന്നു, that has to be also corrected. Beyond that, ഇളങ്കോയുടെ മോളോ പീരിയോഡിക്കലി വന്ന് എങ്ങനെ അനാവശ്യമായിട്ട് ട്രിഗർ ചെയ്യുന്നു, ഏതർ ആൻ ഫിനാൻഷ്യൽ സിസ്റ്റം ആർ ഫ്രീഡത്തിലോ അല്ലെങ്കിൽ സംതിങ് എൽസ് എക്സ്ട്രാ പ്രഷർ കൊടുക്കുന്നു, അതിനെയും കൂടെ ക്ലിയർ ചെയ്ത് പോയാൽ a holistic mode, if you observe it, it is faster to clear anybody's deviation. ഈ സിസ്റ്റം പറഞ്ഞു തരുന്നതാണ് ജസ്റ്റാൾട്ട് തിയറി. You may kindly refer it. Okay, GESLTALT, ജസ്റ്റാൾട്ട്. ബാക്കി എല്ലാവരും ഓരോരോ സിസ്റ്റത്തിനെ കുറിച്ച് പറഞ്ഞപ്പോൾ ഒരാൾ അനലിറ്റിക്സ് മാത്രം, ഒരാൾ ബിഹേവിയർ മാത്രം പറഞ്ഞപ്പോൾ ജസ്റ്റാൾട്ട് has talked about the holistic system. When you start refer a person, ഇളങ്കോയിനെ റെഫർ ചെയ്യണമെങ്കിൽ ഇളങ്കോയുടെ ഫസ്റ്റ് ഹിസ്റ്ററി എടുക്കുക. ഹിസ്റ്ററി എടുക്കുമ്പോൾ who are all the components or who are all the elements trying to disturb him in mind എന്ന് ഒന്ന് പറഞ്ഞു തന്നതാണ്. അപ്പം ആ ഏരിയയിലോട്ടും കൂടെ ഞാൻ ഈ ഹോളിസ്റ്റിക്കിന് ഒന്ന് കവർ ചെയ്യാൻ ഉദ്ദേശിച്ചു. ഹോളിസ്റ്റിക് സിസ്റ്റം is a very simplest system that always tells you, you being an element of society, you are first alone. നീ നന്നായാൽ നാട് നന്നാവും. ഇങ്ങനെയാണ് നമ്മൾ ഒരു വാക്ക് പറഞ്ഞിരുന്നത്. നീ നന്നായാൽ നാട് നന്നാവും. നീ നന്നായാൽ എന്ത് സംഭവിക്കും? യുവർ ആക്ഷൻസ് വിൽ സ്റ്റാർട്ട് റിഫ്ലക്ട് ഇൻ എ സെക്കൻഡ് പേഴ്സൺ. ഒരാൾ വന്ന് നീ സുഖമാണോടെ, ഞാൻ ഒരാളുടെ അടുത്ത് ചോദിച്ചു, ഒരാൾ yesterday I met a guy who after 3.5 years who was working along with me as a colleague. ആ മനുഷ്യൻ വന്ന് നിൽക്കുകയായിരുന്നു. എന്നോടത്ത് ചോദിച്ചു, ഇളങ്കോ എങ്ങനെയുണ്ട്? ഞാൻ പറഞ്ഞു, ഐ ആം റണ്ണിങ് ഫൈൻ, സെയിം റോളിങ്ങിൽ ഓടിക്കൊണ്ടിരിക്കുകയാണ്. ഞാൻ പറഞ്ഞു, ഹൗ അബൌട്ട് യു ഡാഷ് മീൻസ് XXX. ഞാൻ പേര് പറയാൻ ഉദ്ദേശിച്ചില്ല, ബിക്കോസ് ഇറ്റ് വിൽ ഗെറ്റ് സ്പോയിൽ ഈസ് ഐഡന്റിറ്റി. അങ്ങനെ അടുത്ത മിനിറ്റിന് പറയാണ്, ഞാനിപ്പോൾ നിന്റെ മുമ്പിൽ നിൽക്കുകയല്ലേ, ഐ ആം സ്റ്റാൻഡിങ്. ഞാൻ പറഞ്ഞു, വെരി ഫൈൻ, ഫാന്റാസ്റ്റിക് ആൻസർ, വാട്ട് ഐ എക്സ്പെക്ടഡ്, യു ഹാവ് ഗിവൺ സെയിം ആൻസർ, ദെയർഫോർ ഐ ആം മച്ച് ഹാപ്പിയർ എന്ന്. ഇങ്ങനെയാണ് ഞാൻ ആൻസർ കൊടുത്തത്. അപ്പോൾ എൻ്റെ ഈ ഹെൽത്ത് ആർ കോൺഷ്യസ് ആർ ഫ്രീഡം ഓഫ് തിങ്കിങ്ങില് ഈ ഞാൻ ഒറ്റയ്ക്ക് നീ നന്നായാൽ നാട് നന്നാവുന്നതിന് ഞാൻ ഒരു ഇൻഫറൻസ് എടുക്കുമായിരുന്നു. ആ ഏരിയയിൽ എടുക്കുന്നത് എങ്ങനെയായിരുന്നു പറഞ്ഞാൽ, വെൻ ഐ ബിക്കം ഓൾ റൈറ്റ് ബിക്കോസ് ഐ ഡിഡ് നോട്ട് ഗെറ്റ് അപ്സെറ്റ് by his what you call that a crook or simple roundabout answer. എനിക്ക് ഒന്നും തോന്നിയില്ല. I continued some other dialogues. The dialogue went smoothly, but afterwards he felt little something. He asked me, can we go for a tea? I said that I am busy, we will have some other day എന്ന് പറഞ്ഞ് ഞാൻ നിർത്തി. അതിലിരുന്ന് എനിക്ക് ആ മനുഷ്യനെ ടോട്ടലി റിപ്പൻഡൻസ് ഉണ്ടാക്കാൻ പറ്റിയത് എങ്ങനെയാന്ന് പറഞ്ഞാൽ, വെൻ ഐ സ്റ്റാർട്ടഡ് തിങ്കിങ് അബൌട്ട് മൈ ഫ്രീഡം ആൻഡ് ഹോളിസ്റ്റിക് ഫ്രീഡം. അപ്പം ഞാൻ നന്നായാൽ മറ്റുള്ളവരെ നന്നാക്കാൻ പറ്റുന്നതെന്ന് മീൻസ് ഓട്ടോമാറ്റിക്കലി ബൈ ഡിഫാൾട്ട് റിഫ്ലെക്സീവ് ആക്ഷൻ എന്നാണ് പറയുന്നത്. അത് ഈ പൗലോ എന്ന് പറയുന്നവർ ഒരു റഷ്യൻ സൈക്കോളജിസ്റ്റ് ആണ്. ഈ പട്ടിക്ക് സലൈവ വരുന്ന സിസ്റ്റത്തിനെ കുറിച്ച് പഠിച്ചു തന്നത്. റിഫ്ലെക്സീവ് ആക്ഷൻ എനിക്ക് ഓർമ്മ വരുന്നത് അതാണ്.
കൊലകണ്ഠൻ സാർ ആ ഇത് ഓർമ്മ ഉണ്ടോ? പട്ടിക്ക് ഡെയിലി ബെല്ലടിച്ചിട്ട് ബ്രെഡ് കൊടുക്കുന്നു. ഇല്ലല്ല സാർ? കണ്ടീഷനിങ് തിയറി. കണ്ടീഷനിങ് തിയറി. അത് ഒരു റിഫ്ലക്സീവ് ആണ്. ഫർദർ ഇഫ് യു ഗോ ദാറ്റ് വെൻ ഐ ആം ബീൻ കണ്ടീഷൻ, വാട്ട് ഐ ആം ബീൻ കണ്ടീഷൻ, പണ്ട് ഒരു കണ്ടീഷൻ ഉണ്ടായിരുന്നു. ബസ്സില് കൊച്ചു പിള്ളേർ നോർമൽ ആൾക്കാർ പോയാൽ കുറച്ച് ഒരു 60 to 70 years old or 80. സാർ ആരോ ഒന്ന് ട്രൈ ചെയ്തു. ഓക്കെ, 70-80 years old മാൻ ബസ്സിനകത്ത് കയറുവാണെങ്കിൽ ഇമ്മീഡിയറ്റ്ലി യങ്ങർ വിൽ ട്രൈ ടു ഗീവ് സ്പേസ് ടു ഹിം. അവർ എഴുന്നേറ്റ് സീറ്റ് കൊടുക്കും. അത് ഒരു കണ്ടീഷൻ ആയിരുന്നു. ദാറ്റ് വാസ് ബിക്കമിങ് റിഫ്ലക്സീവ് ആക്ഷൻ ഇൻ മെനി എൽഡർലി പേഴ്സൺ. എൽഡർലി എന്ന് പറഞ്ഞാൽ പ്രസന്റ് ഏജ് എൽഡർലി എന്ന് വെച്ചോളുക. അന്നത്തെ ആൾക്കാരുടെ എല്ലാവരുടെയും അന്നത്തെ ഒരു 20 years, 25 years, 18 years, 15 years ആൾക്കാരൊക്കെ നോക്കിയിരിക്കുവാണെങ്കിൽ അന്ന് ഇറ്റ് വാസ് എ റിഫ്ലക്സീവ് ആക്ഷൻ. ബിക്കോസ് ഇറ്റ് സ്റ്റാർട്ടഡ് വിത്ത് കണ്ടീഷനിങ് ഓഫ് സം സോഷ്യൽ സിസ്റ്റം, ബട്ട് ഇറ്റ് ബിക്കേം, നമ്മളറിയാതെ നമ്മൾ എഴുന്നേക്കും. പ്രത്യേകിച്ച് അധ്യാപകരൊക്കെ വന്നിരുന്നാൽ സ്ട്രൈറ്റർ ആയിട്ട്. ഇന്ന് സെയിം സിസ്റ്റമാണ് ഓടിക്കൊണ്ടിരിക്കുന്നത്. ബട്ട് ദ ഹോളിസ്റ്റിക് സിസ്റ്റം ഹാസ് ഗോട്ട് ചേഞ്ച്. ഇന്ന് സിമ്പിളായിട്ട് പറയുന്നത് ക്ലാസ് റൂമിനകത്ത് സാർ അധ്യാപകനാണ്. ഇവിടെ ഹി ഈസ് ആൾസോ എ പാസഞ്ചർ, ഐ ആം ആൾസോ എ പാസഞ്ചർ. ഐ ടു ഹാവ് പെയ്ഡ് 12 rupees, ഹി ഈസ് ആൾസോ പേയിങ് 12 rupees. ഐ ഹാവ് an what you call that authority or an authentication to avail a seating position. First come first serve. I came first, therefore I am occupying. So he came little later. സാറ് കുറച്ചപ്പോൾ നിൽക്കേണ്ട ആവശ്യമാണ്, സാറ് ആദ്യമേ വന്നില്ല. ഇതാണ് ഞാൻ ഒരു സ്റ്റുഡന്റ് അടുത്ത് ചോദിച്ചപ്പോൾ കിട്ടിയ ആൻസർ. ദിസ് സിസ്റ്റം ഇസ് ആൾസോ എ റിഫ്ലക്സീവ് സിസ്റ്റം. ഇത് കുറെ കാലം ഇങ്ങനെ ഓടിക്കൊണ്ടിരിക്കും. ദെൻ ദ സൈക്ലിക് സിസ്റ്റം, നമ്മുടെ സൈക്കോളജിയിൽ പറയുന്നത് സിസ്റ്റം ഈസ് ഓൾവേസ് ഒരു സർക്കിൾ ആണ്. ലൈഫ് ഓഫ് വീൽ ഓഫ് ലൈഫ് എന്ന് പറയുന്നത് പോലെ ഒരു വീലിന്റെ സൈക്കിളാണ്. സൈക്കിളിൽ കുറെ മാറ്റം വരുന്നു. അപ്പം ഞാൻ ഇനി ലെറ്റ് മീ കം ബാക്ക് ഡീപ്പർ ആർ ഇൻ ദ സ്പെസിഫിക് ഏരിയ ഓഫ് ഹോളിസ്റ്റിക് ഫ്രീഡം. ഞാൻ ഹോളിസ്റ്റിക് ഫ്രീഡത്തിനെ, സാർ ഇന്നാണ് എനിക്ക് ആ ടോപ്പിക് തന്നപ്പോൾ ഐ ഡിഡ് നോട്ട് ഗോ മച്ച് ഡീപ്പർ. ബട്ട് ഞാൻ കുറച്ച് നോക്കിയപ്പോൾ എനിക്ക് ആദ്യത്തെ ലൈൻ വാട്ട് ഈസ് ഹോളിസ്റ്റിക് ഫ്രീഡം എന്ന് ചോദിച്ചപ്പോൾ എനിക്ക് ഫസ്റ്റ് കിട്ടിയ ആൻസർ എന്ന് പറഞ്ഞാൽ an art of self observation. I really got astonished. നമ്മൾ ഫ്രീഡം എന്ന് പറഞ്ഞാൽ എന്തൊക്കെ ഞാൻ ഇന്നലെ വരെ വിചാരിച്ചിരുന്നു, അല്ലെങ്കിൽ ഇന്ന് രാവിലെ ഈ ഫ്ലാഗിനെ കുറിച്ച് വായിച്ചപ്പോൾ വിചാരിച്ചിരുന്ന ഫ്രീഡം എല്ലാം എൻ്റെ മൈൻഡിൽ മാറി. ഞാൻ സിമ്പിൾ വേർഡാണ് കൊടുത്തത്. മെറ്റാ എയില് വാട്ട് ഈസ് ഫ്രീഡം കൊടുത്തു. അത് കഴിഞ്ഞിട്ട് വാട്ട് ഈസ് ഹോളിസ്റ്റിക് ഫ്രീഡം എന്ന് കൊടുത്തു. ഹോളിസ്റ്റിക് ഫ്രീഡം എന്ന് കൊടുത്തപ്പോൾ ആൻസർ കിട്ടിയത് ഫസ്റ്റ് സെന്റൻസ് ഈസ് ആർട്ട് ഓഫ് സെൽഫ് ഒബ്സർവേഷൻ. അപ്പോൾ ഫ്രീഡം മീൻസ് you have to observe yourself. That is a freedom. അതാണ് എനിക്ക് പിന്നെ ഫർദർ ഞാൻ ഇൻഫറൻസ് എടുത്തത്. യെസ്, unless I observe myself, am I getting deviated or not deviated? Am I really fit guy for a social system? ആ സോഷ്യൽ സിസ്റ്റത്തിൽ ഞാൻ യെസ് പറഞ്ഞാൽ മാത്രമേ I am getting freedom. അതിനു വേണ്ടിയാണ് ഞാൻ ആ ക്രൂഡ് എക്സാമ്പിൾ പറഞ്ഞത്, വിച്ച് മെ നോട്ട് ബി ആക്ച്വലി കോട്ടബിൾ സെന്റൻസ്. എനിക്കറിയാം. സ്റ്റിൽ ഞാൻ പറഞ്ഞ രീതി എന്താന്ന് പറഞ്ഞാൽ, വെൻ വി സേ ക്രൂഡ്, ഒരു പുതിയതായിട്ട് ഒരാൾ വന്നിട്ടുള്ള സാർ എല്ലാവരെയും ചീത്ത വിളിക്കുന്ന, അങ്ങനെ കോഴിക്കോടിൽ വന്ന് അയാളെ എല്ലാവരും ഇറക്കി വിട്ടു. അയാളുടെ പേരെന്താണ് സാർ? ഡോക്ടർ അനിൽ ബാലകൃഷ്ണൻ. ഈ അനിൽ ബാലകൃഷ്ണന്റെ തിയറി ഓഫ് എക്സ്പ്ലനേഷൻ ഞാൻ റിയലി ഐ അപ്രീഷിയേറ്റ്. അയാളുടെ കുറേ ഞാൻ ഫോളോ ചെയ്യാൻ തുടങ്ങി കോഴിക്കോടിൽ ഇറക്കി വിട്ടപ്പോൾ. അപ്പം അയാൾ ഒരുപാട് കഷ്ടപ്പെട്ട് ബാംഗ്ലൂരിൽ ഒരു റെപ്രസെൻറ്റേറ്റീവ് ആയിട്ട് വർക്ക് ചെയ്ത്, ബാംഗ്ലൂരിൽ ഒരു മാനേജറായിട്ട് വർക്ക് ചെയ്ത്, അത് കഴിഞ്ഞ് പുള്ളി ട്രെയിനിങ് സിസ്റ്റത്തിൽ പോയി കുറേയൊക്കെ പാക്കിയപ്പോൾ ഹി വാസ് നോട്ട് സക്സസ്ഫുൾ. വെൻ ഹി സ്റ്റാർട്ടഡ് അബ്യൂസിങ് ദ സ്പെക്ടേറ്റർ ഇൻ ദ ഗാലറി അല്ലെങ്കിൽ ഓൺ ദ ഹാൾ, ഹി സ്റ്റാർട്ടഡ് ഗെറ്റിംഗ് അക്സെപ്റ്റൻസ് എന്നാണ് പറഞ്ഞത്. അതാണ് പുള്ളി ഇങ്ങനെ എല്ലാവരെയും ചീത്ത വിളിച്ച് ക്ലാസ് എടുക്കുന്നതെന്ന്. അപ്പൊ നൗ പ്രോബ്ലി ഹി ഹാസ് റെഡ്യൂസ്ഡ് ലിറ്റിൽ ബിറ്റ് 20%. ഞാൻ അയാളെ ഇപ്പോൾ ഫോളോ ചെയ്യാൻ തുടങ്ങി. ബിക്കോസ് ബട്ട് ദാറ്റ് ഗൈ അന്ന് ഒരു ദിവസത്തിന് 4 ലക്ഷം രൂപയാണ് വാങ്ങിച്ചിരുന്നത്. 4 lakhs rupees as a training fee for 2 hours.
അവിടെയാണ് എന്നെ അട്രാക്ട് ചെയ്തത്. 4 ലക്ഷം രൂപ ഞാൻ വാങ്ങിച്ച് കണ്ടില്ലടേ, ഞാൻ നിങ്ങളെല്ലാം ഓട്ടിച്ചല്ലടേ എന്നൊക്കെ പറഞ്ഞ് കുറെ വാക്കുകളൊക്കെ എക്സ്ട്രാ പറഞ്ഞപ്പോഴാണ് ഹൂ ഇസ് ദിസ് ഗൈ എന്ന് ഐ സ്റ്റാർട്ടഡ് ഒബ്സർവിങ് ഇറ്റ്. So what I wanted to tell everybody on this platform is freedom means, on the other hand, you are being rightly restricted. So റെസ്ട്രിക്ഷനെയാണ് നമ്മൾ ഫ്രീഡം എന്ന് ഉദ്ദേശിക്കാന്ന് വെച്ചോളുക. നമ്മുടെ സ്ലേവറിയിൽ ഇരുന്ന് നമ്മൾ മാറുന്നുണ്ട്. വി ആർ നോട്ട് ബിക്കമിങ് സ്ലേവറി ഓഫ് സം സിസ്റ്റം. അല്ലെങ്കിൽ എൻ്റെ മൈൻഡ് പറയാണ് എൻ്റെ കാല് നാളെ തൊട്ട് പൊങ്ങാൻ പാടില്ല എന്ന് പറഞ്ഞുകൊണ്ടിരുന്നാൽ ദാറ്റ് ഈസ് ബിക്കമിങ് സ്ലേവറി. ബട്ട് മൈ ലെഗ് ഷുഡ് നോ ദാറ്റ് it has a freedom to walk, but it doesn't have the freedom to come to my shoulder on my head. That's what the holistic freedom tries to tell you is art of self-observation. Art of self-observation means, are you okay with law of average? What is law of average? Law of average means, ഞാൻ നോർമലി പറയുന്ന ഒരു ബെൽ കർവ് ആണ്. ബെൽ കർവ്, എനിബഡി ഹു ഹാസ് റിട്ടൺ a project about MBA or anything, they may able to rightly know that. അവർ സാമ്പിളിംഗ് എടുക്കാൻ പോകും. സാമ്പിളിംഗ് എടുക്കാൻ ഒരു 500 പേരെടുത്ത് പോവുകയാണെങ്കിൽ probably ഒരു 250 to 300 people will talk on the same bandwidth, give answer on the same bandwidth. Roughly 50 to 60 will give little 10 to 20% deviation, and another 5% will give some more 30 to 40% deviation. അതെല്ലാം നമ്മൾ റിജക്റ്റഡ് സാമ്പിൾ എന്ന് പറയും. നമ്മൾ റിജക്റ്റഡ് സാമ്പിൾ പോയിട്ട് അക്സെപ്റ്റഡ് സാമ്പിൾ മാത്രം എടുത്തുകൊണ്ടാണ് എല്ലാ ഏരിയയിലും നമ്മൾ ഉണ്ടാക്കുന്നത്. മീൻസ് എസ്പെഷ്യലി നമ്മുടെ അലോപ്പത്തിക് അല്ലെങ്കിൽ മോഡേൺ മെഡിസിൻ സിസ്റ്റം നമ്മുടെ BP-യോ ഷുഗറോ അല്ലെങ്കിൽ നമ്മുടെ ഹൈറ്റോ വെയിറ്റോ BMI-യോ എന്തെടുത്താലും they talk about only law of average. So law of average is a fantastic dominating factor in our society. അല്ലെങ്കിൽ അതിന് വേറൊരു ഭാഷയിൽ, പൊളിറ്റിക്കൽ ഭാഷയിൽ പറഞ്ഞാൽ ഇറ്റ് ഈസ് കോമൺ മിനിമം പ്രോഗ്രാം. പൊളിറ്റിക്കൽ ഭാഷയിലെ കോമൺ മിനിമം പ്രോഗ്രാം എന്ന് പറയും. സൈക്കോളജിക്കൽ ഭാഷയിൽ പറയുന്നതാണ് ലോ ഓഫ് ആവറേജ്. ഈ ലോ ഓഫ് ആവറേജിൽ നീ കറക്റ്റ് ആയിട്ട് നിൽക്കുന്നുണ്ടോ എന്ന് നോക്കുന്നതാണ് ആർട്ട് ഓഫ് സെൽഫ് ഒബ്സർവേഷൻ. സെൽഫ് ഒബ്സർവേഷൻ എന്ന് പറഞ്ഞാൽ, ഞാൻ എല്ലാ ദിവസവും രാവിലെ എഴുന്നേച്ചാൽ പല്ല് തേക്കണമെങ്കിൽ പല്ല് തേക്കുന്നുണ്ടോ? I may say good morning to the right personals. I may start doing the activities rightly. ഇങ്ങനൊക്കെ പറയുന്നതാണ്. Then the second factor which has come in holistic freedom is facing fear and embracing changes. So start to have self-awareness after observing yourself. നമ്മൾ സെൽഫ് അവയർനെസ്സിൽ ജോഹാരി വിൻഡോയിൽ പറഞ്ഞത് ഒന്ന് നിങ്ങളെല്ലാം റീകോൾ ചെയ്ത് നോക്കുവാണെങ്കിൽ, ജോഹാരി വിൻഡോയിൽ ഫസ്റ്റ് പറയുന്നത്, ഫസ്റ്റ് ക്വാഡ്രന്റ് ഈസ് നോൺ ടു മീ, നോൺ ടു ദ സൊസൈറ്റി. Others are knowing, I am also knowing. Second is the black area. That means I am not knowing, but others are knowing about me. The third area is I know about myself, but others are not knowing. The fourth area is neither I know nor others know about me. ഇങ്ങനത്തെ 4 സെഗ്മെന്റിനെ സെൽഫ് അവയർനെസ് എൻഹാൻസ് ചെയ്യാൻ ഐ നോ അബൌട്ട് മീ, അതേഴ്സ് നോ അബൌട്ട് മീന്റെ ക്വാഡ്രന്റ് 25%, ആ ക്വാഡ്രന്റ് വലുതാക്കി കൊണ്ടുവന്നാൽ നമ്മൾ സെൽഫ് അവയർനെസ് കൂടും എന്നാണ് പറഞ്ഞത്. ആ സെൽഫ് അവയർനെസ്സിനാണ് ആർട്ട് ഓഫ് സെൽഫ് ഒബ്സർവേഷൻ ആൻഡ് ഗെറ്റ് സെൽഫ് അവയർ ഓഫ് യുവർ സെൽഫ്. Yes, this is what Johari window, sir. Correct. Thank you, sir. This is known to others, known to self, open area. Second is not known to me, but others are knowing, blind spot. The third is I know about me, others are not knowing, hidden area. The fourth is neither I know about me nor others know. അത് unknown area. ഇതിൽ ഓപ്പൺ ഏരിയയിനെ ഇവിടെ കൊടുത്തിരിക്കുന്ന കറക്റ്റില് പകരം നിങ്ങൾ അതിന് 65% താഴോട്ടും 65% റൈറ്റിലോട്ടും, മീൻസ് താങ്കളുടെ റോയും കോളത്തിനും 65% ആയിട്ട് അല്ലെങ്കിൽ 70% ആയിട്ട് 73% ആയിട്ട് കൊണ്ടുവന്നാൽ ദാറ്റ് വിൽ ബിക്കം ബെറ്റർ സെൽഫ് അവയർഡ് ഏരിയ എന്നാണ് പറയുന്നത്. അപ്പം ഈ ആർട്ട് ഓഫ് സെൽഫ് ഒബ്സർവേഷൻ കംസ്
Are you on this first quadrant alone, or are you started touching the second quadrant and third quadrant? And are you peeping in the fourth quadrant up to certain level? നമ്മളെ ഒന്ന് ശ്രദ്ധിക്കാൻ അല്ലെങ്കിൽ നമ്മൾ ഒന്ന് ശ്രമിച്ചു നോക്ക് മക്കളെ എന്ന് പറഞ്ഞു തരുന്നതാണ് ഹോളിസ്റ്റിക് ഫ്രീഡം എന്ന് എനിക്ക് മനസ്സിലായത്. Because by seeing the word art of self-observation, what are you going to do by doing self-observation? Self-observation is a measure, a feedback measure. Electrical system നമ്മൾ എപ്പോഴും ഫീഡ്ബാക്ക് കൊടുത്താണ് കോൺസ്റ്റന്റ് വോൾട്ടേജ് മെയിൻറ്റെയിൻ ചെയ്യുന്നത്. അത് ബേസ് മീൻസ് കളക്ടറിൽ നിന്ന് എടുത്ത് എമിറ്ററിലോട്ട് കയറ്റും. യെസ്, എമിറ്ററിലോട്ട് വരും. എമിറ്ററിൽ അതിന്റെ പ്രൊപ്പോർഷനേറ്റ് വാല്യൂ വരുമ്പോൾ അഗൈൻ if it shoots that much extra volt, we will reach emitter and base, not an emitter, base. Base il kodukumbo emitter will work rightly and it will get go to the output to the collector. This electronics theory aanu. Adu kuda just electronics theory ariyathoru base emitter collector kurichu vaaichu nokka, thangalku adu clear aayittu manasilavum. Idellam oru system aanu. Oru human il irunnaanu nammal ella systemthinum parannathu. Means if you just know that എയ്റോപ്ലെയിൻ കണ്ടുപിടിക്കുന്നതിന് മുമ്പ് റൈറ്റ് ബ്രദേഴ്സ് ചാടുന്നതിന് മുമ്പ് ആൾക്കാർ ഒരുപാട് പേര് റെക്ക കെട്ടി ചാടിയിരുന്നു എന്നൊക്കെ പറഞ്ഞു. എന്നാലും പക്ഷികളെ കണ്ട്, ബേർഡ്സിനെ കണ്ടിട്ടാണ് അവർ പഠിച്ചത്. ഇതേപോലെ നമ്മൾ ഹ്യൂമൻ സിസ്റ്റം കണ്ടാണ് എല്ലാ സ്ഥലങ്ങളിലും നമ്മൾ ഓരോ തിയറീസ് കൊണ്ടുവരുന്നത്. അപ്പൊ ഫസ്റ്റ് ഏരിയ ഇസ് ആർട്ട് ഓഫ് സെൽഫ് ഒബ്സർവേഷൻസ്. ആർട്ട് ഓഫ് സെൽഫ് ഒബ്സർവേഷൻസ് ഇമ്പോർട്ടന്റ് ഏരിയ വയർ ഇൻ വിച്ച് യു ഗെറ്റ് യുവർ ഫ്രീഡം ആൻഡ് യു ട്രൈ ടു മേക്ക് ഹോളിസ്റ്റിക് ഫ്രീഡം. അപ്പം ഈ ഇതിൽ നോക്കുമ്പോൾ a human gets facing fear. അവന്റെ ഫിയർ വരും, അവന്റെ എമോഷണൽ സിസ്റ്റം, അവൻ ഫിയർ ഉണ്ടാക്കുമ്പോൾ അവൻ എന്ത് ചെയ്യുന്നു? He started embracing changes. He started to change himself to a different level and he will adopt himself to the holistic system. Again, have a feedback of have self-awareness, self-observation. Self-observation, get self-aware, start, in case if you start to have fear, then change it. Further, to change the system like this, you should have the journey of patience. That patience, you should have curiosity also. ഞാൻ എന്തുകൊണ്ട് ചേഞ്ച് ചെയ്യണം? ഞാൻ എന്തുകൊണ്ട് പേടിക്കണം? ആ ക്യൂരിയോസിറ്റി ഉണ്ടെങ്കിൽ മാത്രമേ നമ്മുടെ സെൽഫ് ഒബ്സർവേഷനും സെൽഫ് അവയർനെസ് ഏരിയയിലോട്ടും കൂടെ നമുക്കൊരു മാറ്റം വരുത്താൻ കഴിയുമെന്നാണ് എനിക്ക് മനസ്സിലായത് when I started reading about holistic freedom. So holistic freedom ഫസ്റ്റ് പോയിന്റ്, ഫസ്റ്റ് ആക്സിസ് എന്ന് വേണമെങ്കിൽ വെച്ചോളൂ. ഫസ്റ്റ് അല്ലെങ്കിൽ ആക്സിയംസ്, you take it as a first axiom is art of self observation. The second is facing fear and embracing changes. സോ ഇതൊക്കെ ഓരോരോ ലൈൻ തന്നിട്ടുണ്ടെങ്കിൽ പ്രോബ്ലി ഈ ഒരു ലൈനിനെ നമുക്ക് മണിക്കൂറുകളോളം ഡിസ്കസ് ചെയ്യാൻ പറ്റുന്ന ഒരു ടോപ്പിക് ആണെന്ന് തോന്നുന്നു. ഐ വിൽ ഗോ ടുഡേ ഓൺലി ജസ്റ്റ് ഓൺ ഔട്ടർ ആർ ദ ഫ്രെയിംവർക്ക്. ഇൻ കേസ് ഇഫ് ടൈം പെർമിറ്റ്സ് ഓൺ അനദർ ഡേ വി വിൽ ടേക്ക് വൺ ഈച്ച് പോയിന്റ്. സോ ഞാൻ ഇപ്പോൾ വേറെ ഹോളിസ്റ്റിക് ഫ്രീഡത്തിന് വ്യത്യസ്തമായിട്ടാണ് ചിന്തിച്ചെന്ന് തോന്നുന്നത്. I always want that everybody should think in a different form by which we get some creative and critical area. So is നമ്മുടെ വേൾഡ് ഹെൽത്ത് ഓർഗനൈസേഷൻ പറഞ്ഞിട്ടുള്ള 10 ലൈഫ് സ്കിൽസിൽ if you say that self awareness is some other skill and that is the most important. ഇത് എവിടെ പോയാലും നമുക്ക് കറങ്ങി കുത്തി അതിൽ തന്നെയാണ് നമ്മൾ വരുന്നത്. അതിന്റെ നെക്സ്റ്റ് എന്ന് പറഞ്ഞാൽ ഇന്റർപേഴ്സണൽ റിലേഷൻഷിപ്പ്, തേർഡ് ഈസ് എഫക്റ്റീവ് കമ്മ്യൂണിക്കേഷൻ, ദ ഫോർത്ത് ഈസ് empathy, and the fifth is problem solving. And you make a decision making. For decision making you go with creative thinking and critical thinking. These are the 8 important things. And 2 coping skills are, one coping with the stress and coping with the emotions. So since I being a life skill trainer, I will be talking these all things fastly. ആർക്കെങ്കിലും ഏതെങ്കിലും ഏരിയയിലെ ലൈഫ് സ്കില്ലിൽ ഈ 10 സ്കില്ലിൽ ഒരു സ്കില്ലിനെ കുറിച്ച് മാത്രം എങ്ങനെ എക്സ്പ്ലെയിൻ ചെയ്യണമെന്ന് പറഞ്ഞാൽ നമുക്ക് ഫ്യൂച്ചറിൽ ചെയ്യാം, കുഴപ്പമില്ല. ബട്ട് ഹോളിസ്റ്റിക് ഫ്രീഡത്തിന് ഞാൻ നോക്കിയപ്പോൾ ഐ വാസ് റിയലി ഫീലിംഗ് വെരി എലിയേറ്റഡ്. എങ്ങനെയാന്ന് പറഞ്ഞാൽ ആർട്ട് ഓഫ് സെൽഫ് ഒബ്സർവേഷൻ ആണ് ഫസ്റ്റ് ആക്സിയം എന്ന് കൊടുത്തല്ലോ. എന്ന്
എത്ര ഫണ്ടാസ്റ്റിക് ഏരിയയിലാണ് ഇറ്റ് ഈസ് ബീൻ ഡിഫൈനിങ്. അപ്പൊ സെക്കൻഡ് വന്നത് ഫേസിങ് ഫിയർ ആൻഡ് എംബ്രേസിങ് ചേഞ്ചസ്. അടുത്ത് എന്തുകൊണ്ട് ഇത് വന്നതെന്നാണ് ഞാൻ വൈ ഇറ്റ് ഈസ് നോട്ട് 8th പോയിന്റ്, വൈ ഇറ്റ് ഈസ് സെക്കൻഡ് പോയിന്റ് എന്നാണ് ഞാൻ താങ്കൾ ഓരോരുത്തരെയും അത് ബോധ്യപ്പെടുത്താൻ ശ്രമിക്കുന്നത്. ദ തേർഡ് ഈസ് കമ്മിങ് ആസ് ജേർണി ഓഫ് പേഷ്യൻസ് ആൻഡ് ക്യൂരിയോസിറ്റി. അപ്പൊ പേഷ്യൻസോട് മാത്രം നിർത്തിയില്ല. പേഷ്യൻസ് എന്ന് പറഞ്ഞാൽ സമാധാനമായിട്ട് ഇരുന്ന് കണ്ടോണ്ടിരിക്കും, കേട്ടോണ്ടിരിക്കും അല്ല, ബട്ട് യു ഷുഡ് ഹാവ് പേഷ്യൻസ് വിത്ത് ക്യൂരിയോസിറ്റി. So unless you have curiosity, you may not able to have right patience. നീ ചിലപ്പം അവിടെ നിന്നിട്ട് ടോട്ടലി ഡിറ്റാച്ച്ഡ് ആയിട്ട് മാറാൻ ചാൻസ് ഉണ്ട്. ഡോണ്ട് ഗെറ്റ് ഡിറ്റാച്ച്ഡ് യുവർ സെൽഫ് എന്ന് പറയാൻ വേണ്ടിയാണ് യുവർ ജേർണി ഓഫ് പേഷ്യൻസ് എന്ന് പറയുമ്പോൾ ജേർണി ഓഫ് പേഷ്യൻസ് വിത്ത് ക്യൂരിയോസിറ്റി എന്ന് വലിച്ചു കൊണ്ടുവന്ന് നിർത്തുകയാണ്. നീ സമാധാനപ്പെടും മക്കളെ, പക്ഷെ സമാധാനപ്പെടുമ്പോഴും നീ എന്ത് സംഭവിക്കുന്നു എന്ന് ഒന്ന് നോക്കിക്കൊണ്ടിരിക്കണം. അപ്പോൾ മാത്രമേ യുവർ സെൽഫ് ഒബ്സർവേഷൻ വിൽ ഗോ ഇൻ എ റൈറ്റ് മോഡ്. സെൽഫ് ഒബ്സർവേഷൻ റൈറ്റ് മോഡിൽ ചെന്നാൽ മാത്രമേ യു വിൽ റീച്ച് ടു ഹോളിസ്റ്റിക് ഫ്രീഡം. നമ്മൾ പറഞ്ഞ ഫ്രീഡം എന്ന് ഞാൻ അതുകൊണ്ടാണ് സിംപിളർ ആയിട്ട് ആദ്യം ഫ്രീഡം എന്താന്ന് പറഞ്ഞാൽ, അതർവൈസ് പീപ്പിൾ മെ നോട്ട് റൈറ്റ്ലി അണ്ടർസ്റ്റാൻഡ് ദാറ്റ് ഈ ഫ്രീഡം എന്ന് പറഞ്ഞു കഴിഞ്ഞിട്ട് നമ്മൾ ഇവനെ ഒബ്സർവ് ചെയ്യും, നീ കൺട്രോൾ ചെയ്യും, നീ ഫിയർ മാറ്റും എന്നൊക്കെ പറഞ്ഞാൽ എങ്ങനെ സമ്മതിക്കുമെന്ന് പറഞ്ഞു. അതിനാണ് എനിക്ക് തോന്നുന്നു ഉലകൻ സാർ അതാണ് പറഞ്ഞത്, യുവർ ഫ്രീഡം ഈസ് ലിമിറ്റഡ് ടു ദ നെക്സ്റ്റ് പേഴ്സൺസ് നോസ്. അല്ലെങ്കിൽ ആ മനുഷ്യന്റെ ഫ്രീഡത്തിനെ ഡിസ്റ്റർബ് ചെയ്യാത്ത കാലത്തോളം നിന്റെ ഫ്രീഡം ഉണ്ടെന്ന് പറയുന്നതിന് സെയിം തന്നെയാണ്. ദാറ്റ് ഓൾ ടോക്സ് അബൌട്ട് ലോ ഓഫ് ആവറേജ് വിത്തൗട്ട്. സോ ഇത് രണ്ടും ഞങ്ങളുടെ ഞാൻ ലോയും കൂടെ പഠിച്ചത് കൊണ്ട് ചില സമയങ്ങളിൽ പറയാം. ഒരാൾ റേപ്പ് കേസ് പറയുമ്പോൾ അടുത്ത് ദിസ് പർട്ടിക്കുലർ ആക്ട് മീൻസ് IPC സച്ച് ആൻഡ് സച്ച്, ഇപ്പോഴത്തെ BNS എന്ന് വന്നു, BNS-ഉം BNSS. അപ്പൊ IPC-ലോട്ട് ഞാൻ പറഞ്ഞ ഈ IPC സംതിങ് വെച്ചോ, ഈ സംതിങ് റെഡ് വിത്ത് ക്ലോസ് ഓഫ് ദാറ്റ് എന്നൊക്കെ കൂടെ അഡീഷണൽ ആയിട്ട് പറയും. അപ്പൊ റെഡ് വിത്ത് എന്ന് പറയുമ്പോൾ മറ്റേ ആക്ടിന്റെ ക്ലോസും കൂടെ വായിച്ച് അത് രണ്ടും കൂടെ നോക്കിയിട്ട് നീ ആൻസർ പറഞ്ഞാൽ മതി. അല്ലെങ്കിൽ അവിടെയാണ് പ്രോബ്ലം പറ്റിയത്. ഇവൻ ചെയ്ത ക്രൈം ഇത് മാത്രമല്ല, ഐസൊലേറ്റഡ് ക്രൈം അല്ല, ബട്ട് മറ്റേ ആക്ടിൽ ഈ പോയിന്റിലും കൂടെ അവൻ ചെയ്തിട്ടുണ്ട്. അതുകൊണ്ടാണ് ഒരാൾ ഒരു ചെറിയ ഇതിൽ ഞാൻ ഒരു മനുഷ്യനെ മീൻസ് വേറൊരു മനുഷ്യൻ എന്നെ അടിച്ചെന്ന് വെച്ചോളൂ, ഇളങ്കോയെ റോട്ടിൽ വെച്ച് അടിച്ചു. പക്ഷേ ദേ ഓൾവേസ് റൈറ്റ് 2 to 3 ക്ലോസസ് മിനിമം. ഈ 2 to 3 ക്ലാസസ് എഴുതുന്നതൊക്കെ ഇതാണ്. അത് ചില സമയങ്ങളിൽ എഴുതും IPC 186 റെഡ് വിത്ത് 41A ഓൾസോ. അപ്പൊ ഇത് പറയുന്നത് എപ്പോഴും അതാണ് ഞാൻ പറഞ്ഞത്, എല്ലാ സിസ്റ്റമും മനുഷ്യന്റെ ബിഹേവിയറിൽ നിന്നാണ് എടുത്തതെന്ന്. നമ്മൾ ഒന്ന് എന്നെ കുറിച്ച് നോക്കുന്നു, എന്റെ കൈയിന്റെ അനക്കം കുറിച്ച് നോക്കുന്നു, എന്റെ കയ്യിൽ മാത്രമല്ല എന്റെ വായിലിരുന്ന് വരുന്ന വാക്കുകൾ കറക്റ്റ് ആയിട്ട് വരുന്നത്. ഇഫ് എവറിഥിങ് ഈസ് കമ്മിങ് റൈറ്റ്ലി ഇൻടാക്ട് ആൻഡ് സിൻക്രണൈസ്ഡ്, നമ്മൾ സൈക്കോളജിയിൽ മറ്റേ എന്താ പറയാ നിങ്ങളുടെ ഇതെടുക്കുമല്ലോ മെന്റൽ സ്റ്റാറ്റസ് എക്സാമിനേഷൻ MSc എഴുതുന്നത്, MSc എന്ന് പറഞ്ഞാൽ MSE മെന്റൽ സ്റ്റാറ്റസ് എക്സാമിനേഷൻ. മെന്റൽ സ്റ്റാറ്റസ് എക്സാമിനേഷനിൽ പല പോയിന്റ്സ് എഴുതാൻ പറയും. അതിനകത്ത് ഒരു പോയിന്റ് പറയുമ്പോഴാണ് ഇവൻ കറക്റ്റായിട്ട് സംസാരിക്കുന്നുണ്ടോ, ഇവൻ ചിന്തിക്കുന്നത് തന്നെയാണോ പുറത്ത് പറയുന്നത്, അല്ലെങ്കിൽ ഇപ്പോഴും മോർണിംഗ് എന്ന് പറയുന്നതിന് അടുത്ത മിനിറ്റ് വൈകിട്ട് എന്ന് പറയുന്നുണ്ടോ, അല്ലെങ്കിൽ മോർണിംഗിൽ ഞാൻ ഡിന്നർ കഴിച്ചു എന്ന് പറയുന്നുണ്ടോ. ഇങ്ങനെ കുറെ കാര്യങ്ങൾ നമ്മൾ ചെക്ക് ചെയ്യുന്നത് അഫ്കോഴ്സ് എവരിബഡി ആർ അവെയർ ദാറ്റ്. ഞാൻ അങ്ങോട്ട് പോകുന്നില്ല. ദ ഫോർത്ത് ഈസ് nurturing inner child. ഹോളിസ്റ്റിക് ഫ്രീഡത്തിന് എടുക്കുമ്പോഴാണ് പറയുന്നത് നമ്മൾ ഇന്നർ ചൈൽഡിനെ കുറിച്ച് സാർ ഒരുപാട് ക്ലാസ് എടുക്കാറുണ്ട്. നമ്മുടെ സാബു സാർ TA-യിലെ ചൈൽഡ് ഇന്നർ ചൈൽഡിനെ ഇന്നർ പാരന്റ് എങ്ങനെ കൺട്രോൾ ചെയ്യുമെന്ന്. സോ ഇവിടെ എന്താ പറയുന്നതെന്ന് പറഞ്ഞാൽ ടു ഹാവ് റൈറ്റ് ഹോളിസ്റ്റിക് ഫ്രീഡം, സ്റ്റാർട്ട് ഹാവ് സെൽഫ് ഒബ്സർവേഷൻ ആൻഡ് ഹാവ് ഫിയർ ഓഫ് facing fear. In case if you start facing fear, embrace changes. When you embrace changes, don't immediately do it. It should be not reaction. It should be response. Reaction and response theory. ഇത് എല്ലാം കൂടെ ചേർത്താണ് ഈ ഹോളിസ്റ്റിക് സിസ്റ്റം. സാബു സാർ എനിക്ക് ഹോളിസ്റ്റിക് തന്നുകൊണ്ടാണ് ഞാൻ എല്ലാ ഏരിയയിലും ഈ അവിയൽ വരെ കുറെ പോയിന്റ്സ് പറഞ്ഞത്. അല്ലെങ്കിൽ സിമ്പിൾ ആയിട്ട് ഞാൻ when I talk about mindfulness, I will talk about only 7 words and move on. But when holistic word is getting attached,
we should understand that the world എല്ലാ സാധനങ്ങളും കയറി വരുന്നതാണ്. അതുകൊണ്ടാണ് ഞാൻ journey of patience, that too with curiosity. Then the fourth one what it talks about is nurturing inner child. So you will have always child behavior within you. അത് once again അത് റിമൈൻഡ് ചെയ്യാൻ ശ്രമിക്കുന്നതാണ് ഈ ഇന്നർ ചൈൽഡിന് ഉള്ള എല്ലാ വയസ്സും. Whether he is adolescent, whether he is youth, whether he is young, whether he is adult, whether he is elderly person, whether he is senior person, whether he is super senior person, whether he is simpler person, child behavior will be there. Without child behavior, man cannot be a man. അതാണ് അഡീഷണൽ ആയിട്ട് ഒരു ലൈൻ പറയുന്നത്. So when you start to have freedom, you identify your inner child and start to nurture the inner child such a manner it grows along with the society, or it moves along, means its characteristics moves along with the expected level. അതാണ് nurturing inner child in holistic freedom. The fifth one it talks about is embracing opportunity and purpose. You see, ഞാൻ embracing opportunity and purpose എന്നൊക്കെ മാനേജ്മെന്റ് തിയറി എന്നാണ് ഇന്നലെ വരെ വിചാരിച്ചിരുന്നത്. ഞങ്ങളൊരു നാഷണൽ കോൺഫറൻസ്, ഐ ബീങ് എ ചെയർമാൻ ഓഫ് നാഷണൽ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് പേഴ്സണൽ മാനേജ്മെന്റ് ഇൻ ട്രിവാൻഡ്രം ചാപ്റ്റർ, ഞങ്ങൾ കഴിഞ്ഞ വർഷമല്ല, ദിസ് മെയ് മന്തിലാണ് ഒരു പ്രോഗ്രാം വെച്ചിരുന്നു ഫോർ സ്റ്റുഡൻസ് നാഷണൽ കോൺക്ലേവ്. അപ്പോൾ അതിൽ മിനിസ്റ്റർ രാജീവാണ്, ഹി വാസ് എ ചീഫ് ഗസ്റ്റ്. അതിന്റെ ടോപ്പിക് ഇതായിരുന്നു, എംബ്രേസിങ് ഓപ്പർച്യൂണിറ്റി ഇൻ ഇൻഡസ്ട്രി 5.0. ഇതായിരുന്നു ഞാൻ കൊടുത്തിരുന്നത്, ഞങ്ങൾ ടീം പ്ലാൻ ചെയ്തിരുന്നത്. അപ്പോൾ എംബ്രേസിങ് ഓപ്പർച്യൂണിറ്റിയുടെ ഡെഫിനിഷൻസ് ഒരുപാട് ഞങ്ങൾ നോക്കിയിരുന്നു. ഇവിടെ എന്താന്ന് പറയുന്നത് പറഞ്ഞാൽ മനുഷ്യന്റെ സിസ്റ്റത്തിലും മനുഷ്യന്റെ ഹോളിസ്റ്റിക് സിസ്റ്റത്തിൽ പോലും you have patience, you have curiosity, start to nurture your inner child, further embrace the opportunity. ഇങ്ങനെയാകുമ്പോൾ നീ വളരാനുള്ള അവസരം വരുമ്പോഴെല്ലാം നീ വളരണം മക്കളെ. നീ അതേപോലെ രാവിലെ ഉണർന്ന് നീ ഇതേപോലെ മെക്കാനിക്കൽ ലൈഫായിട്ട് ഓടിക്കൊണ്ടിരുന്നാൽ you will not be called after sometimes as a human. നീ ഒരു മെഷീന്റെ തുല്യമായിട്ട് മാറും. അതുകൊണ്ടാണ് ബോംബെയിറ്റ്സിന് നമ്മൾ എല്ലാവരും വിളിക്കുന്നത് they lead to mechanical life എന്നാണ് പറയുന്നത്. ബോംബെയിലെ എല്ലാ മനുഷ്യന്മാരും അവൻ രാവിലെ 2 മണിക്കോ 3 മണിക്കോ അവന്റെ ജേർണി സ്റ്റാർട്ട് ചെയ്യുന്നത്, രാത്രി 12 മണിക്കാണ് പോയി അടയുന്നത്, അല്ലെങ്കിൽ രാത്രി 2 മണിക്ക് പോയി അടഞ്ഞാൽ അവൻ രാവിലെ 6:30-7 മണിക്ക് തുടങ്ങുന്നു. അവന്റെ എല്ലാം ഈ ISOയിൽ ഡിഫൈൻ ചെയ്തിട്ടുള്ളത് പോലെ അവിടെ എന്ത് ചെയ്യണമെന്ന് പറഞ്ഞിട്ടുള്ളൂ. ഓക്കെ, PDCA സൈക്കിൾ എന്ന് പറയും ISOയിൽ പറയുമ്പോൾ, പ്ലാൻ ഡു ചെക്ക് ആക്ട്. അപ്പൊ പ്ലാൻ ഡു ചെക്ക് ആക്ട് PDCA സൈക്കിളിൽ എന്താ പറയുന്നത് പറഞ്ഞാൽ അവന് ഒരു സ്ഥലത്ത് ഡീവിയേഷൻ പാടില്ല, എല്ലാം പ്രീ ഡിഫൈൻഡ് ലെവലിലേ ചെയ്തു പോകുന്നു. അങ്ങനെ ചെയ്യാതെ യു സ്റ്റാർട്ട് അക്സെപ്റ്റ് ന്യൂ ചേഞ്ചസ്. വെൻ യു നർച്ചർ യുവർ ഇന്നർ ചൈൽഡ്, യു ആർ സപ്പോസ് ടു മൂവ് വിത്ത് എ ഡിഫറെന്റ് ഏരിയ that will get you new opportunity. Start to embrace it. That will make your body freedom, as well as it will not disturb the social system. The next word talks about is harnessing the power of reflection. നമ്മുടെ ബോഡി, നമ്മുടെ ആക്ഷന്റെ ഒരു റിഫ്ലക്ഷൻ, നമ്മുടെ തിങ്കിങ്ങിന്റെ റിഫ്ലക്ഷൻ ആണ്. ഞാൻ കുറച്ചു മുമ്പ് ആദ്യത്തെ ക്രൂഡ് എക്സാമ്പിൾ പറഞ്ഞത്, എ ജെന്റിൽമാൻ ഈസ് നോട്ട് സ്മൈലിംഗ് അറ്റ് മീ. ഞാൻ വിചാരിച്ചു അവന് എന്നെ നോക്കി ചിരിച്ചില്ല, അല്ലെങ്കിൽ എന്നെ നോക്കി അവൻ സ്മൈൽ ചെയ്തില്ല, ഞാൻ അവനെ അടിക്കണോ അല്ലേ. അത് കഴിഞ്ഞ് അവൻ പിന്നെയും അതേപോലെ ബിഹേവ് ചെയ്യുന്നു, ഞാൻ അവനെ പിച്ചാത്തി വെച്ച് ഒന്ന് കൊടുത്താലോ എന്ന്. അപ്പം ഈ ഏരിയയിൽ പകരം സ്റ്റാർട്ട് ഹാവ് ഹാർനസിങ് എഫക്റ്റ്. എങ്ങനെ? start to have right reflection of your power. നമ്മുടെ ബോഡിയിൽ ഉള്ള ഓരോരോ തിങ്കിങ്ങിനും എന്ത് റിഫ്ലക്ഷൻ ഉണ്ട്, അതിന്റെ പവർ എന്താണ്, അതിനെ എങ്ങനെ ഹാർനസ് ചെയ്ത് നമ്മൾ സിങ്ക്രണൈസ് ചെയ്ത് എൻ്റെ ബോഡി ലെവലിൽ സിങ്ക്രണൈസ് ചെയ്യാം. ദെൻ
ടു ദ സോഷ്യൽ സിസ്റ്റം സിങ്ക്രണൈസ് ചെയ്യാം. അങ്ങനെ ചെയ്താൽ ഈ ഹോളിസ്റ്റിക് ഫ്രീഡം എന്ന് പറയുന്ന ഒരു ലയൻ നന്നായിരിക്കും. ദെൻ ലാസ്റ്റ് ആയിട്ട് പറയുന്നത് വളരെ സിമ്പിളറാണ്. ഈ പവർ ഓഫ് റെഡിനെസ് വിത്ത് ഓൾ ഓഫ് us. ഓക്കെ, ഇങ്ങനെയാണ് ചെയ്യുന്നത്. അതിനു മുമ്പ് എംബ്രേസ് ജേണി ആൾസോ. ഹാർനസ് ഓഫ് പവർ റിഫ്ലക്ഷൻ, എംബ്രേസ് ദ ജേണി ആൻഡ് പവർ ഓഫ് തിങ് വിത്ത് വെരിഫിക്കേഷൻ. അപ്പം പീരിയോഡിക്കലി വെരിഫൈ ചെയ്യാന്ന് പറഞ്ഞാൽ ഫീഡ്ബാക്ക് സിസ്റ്റം എടുക്കുക. ദിസ് ഇസ് വാട്ട് ഹോളിസ്റ്റിക് ഫ്രീഡത്തിനെ കുറിച്ച് എനിക്ക് ചെറിയ തോതിൽ മനസ്സിലായത്. ഫ്രീഡം ഈസ് എ ഫണ്ടാസ്റ്റിക് തിങ്. ഇന്ന് ഓഗസ്റ്റ് 15 നമ്മൾ ഇന്ന് 78ാമത്തെ വർഷമാണ് ഓർക്കുന്നത്. സോ എവറി ഇയർ, വെദർ വി തിങ്ക് എവറി ടൈം ആർ നോട്ട്, but advocates periodically think. They talk about Article 15 to 21. എല്ലാ വർഷവും എല്ലാവരും പറയും Article 14 talks about this, Article 16 talks about this, Article 17 talks about this, Article 21 talks about freedom of religion, freedom of work, freedom of movement, freedom of buying, freedom of business. എല്ലാ ഫ്രീഡംസിനെ കുറിച്ച് നമ്മൾ സംസാരിച്ചുകൊണ്ടിരിക്കും. ബട്ട് എല്ലാ ഫ്രീഡമും കൂടെ ചേർന്നിട്ട് ഒരു ഫ്രീഡമാണ് നമ്മുടെ കയ്യിലുള്ളത്. ദാറ്റ് ഈസ് ഹോളിസ്റ്റിക് ഫ്രീഡം. ആ ഹോളിസ്റ്റിക് ഫ്രീഡം എന്ന് പറഞ്ഞാൽ ഇറ്റ് സ്റ്റാർട്ട് വിത്ത് ഇന്നർ ബോഡി ആർ ഇന്നർ മൈൻഡ് ആൻഡ് ഇന്നർ ചൈൽഡ് ഓഫ് ഈച്ച് പേഴ്സൺ. വെൻ യു സ്റ്റാർട്ട് ടു ഹാവ് ദിസ്, you will periodically have self-observation and touch self-awareness, have right communication with others, and have empathy towards other persons also. You try to control or define your emotions in a positive side and don't have stress. Live happily. You will really lead a fantastic life. In case if you think freedom is a holistic freedom, not only for you but also everybody who are around you. I will again say, എല്ലാ ദിവസവും സാർ ഹോളിസ്റ്റിക് തരുന്ന ദിവസങ്ങളെല്ലാം ഞാൻ പറയുന്ന ആ 4 പേരെ കുറിച്ചാണ് സംസാരിക്കുന്നത്. Probably everybody might be rewinding 4 പേർ ആറ്. First person myself, second person sitting in front of me, Sabu sir. The third person, Sabu sir friend അല്ലെങ്കിൽ എൻ്റെ friend or എൻ്റെ family or somebody else who are side by. The fourth one is environment. Environment inclusive of social system, animal system, water system or any system. ഇത് എല്ലാം ചെയ്തിരുന്നാൽ I have gone with very wild thinking. ഈ ഹോളിസ്റ്റിക് ഫ്രീഡം റൈറ്റ് ആയിട്ട് ഉണ്ടായിരുന്നെങ്കിൽ വയനാടിൽ ഇത്രയും ബിൽഡിംഗ് കെട്ടാൻ നമ്മൾ സമ്മതിച്ചിരിക്കുവോ? സമ്മതിച്ചില്ലായിരുന്നെങ്കിൽ ഇത്ര പേരുടെ നമ്മുടെ ബ്രദേഴ്സിനും സിസ്റ്റേഴ്സിന്റെ ലൈഫ് നഷ്ടപ്പെടുമായിരുന്നോ? അതിനെക്കാട്ടിലും എനിക്ക് വിഷമം തോന്നിയിരുന്നു ഇന്നത്തെ ന്യൂസിൽ പറഞ്ഞത് 4 ലക്ഷം രൂപ പ്ലാസ്റ്റിക് കവറിലിരുന്ന് ഇന്നത്തെ സെർച്ച് ടീം പിക്കപ്പ് ചെയ്തെന്ന് രാവിലെ. 4 lakhs rupees എല്ലാം ക്യാഷ്, ലിക്വിഡ് ക്യാഷ്. ബട്ട് ഒരു പോളിത്തീൻ കവറിലിട്ടിരുന്നു. ആരോ എന്തോ ചിന്തിച്ച് എന്തിനോ സേവ് ചെയ്ത് വെച്ചിരുന്ന പൈസയാണ്. അവന്റെ കുടുംബത്തില് മക്കൾക്കോ അമ്മയച്ഛനോ അല്ലെങ്കിൽ എന്തോ ഒരു നല്ല കാര്യം ചെയ്യാൻ വേണ്ടി ഒരു ഫ്യൂച്ചർ വേറെ ചിന്തിച്ചുകൊണ്ടിരുന്നപ്പോൾ എന്ത് സംഭവിച്ചു? There, if you start thinking about mindfulness, don't get worried on or don't get much anxiety towards the future. Live in the present. പ്രസന്റില് ജീവിക്കൂ. ജീവിക്കുന്ന കാലത്തോളം നന്നായിട്ട് ജീവിക്കൂ. ജീവിക്കുമ്പോൾ you start think about your holistic mental health and holistic freedom. So freedom plays a vital role to give you relaxation in your body, in your mind, in your behavior, but simultaneously your observation on your body, on your mind, on your system will ensure that others also moves on a right system. So അങ്ങനെ വരുമ്പോൾ നിങ്ങളുടെ ഹെൽത്തിയർ കണ്ടീഷൻ വിൽസ്. ഹെൽത്ത് ഓൾവേസ് പ്ലേസ്.
പണ്ടായിരുന്നു ഹെൽത്ത് മീൻസ് ആബ്സെൻസ് ഓഫ് ഡിസീസ്, ആബ്സെൻസ് ഓഫ് സം ഡീവിയേഷൻ എന്ന് പറഞ്ഞു. ഇന്ന് they started telling about being wellness and well-being. അതും കൂടെ ചേരുമ്പോൾ മാത്രമേ it is said that you are in a happy mindset. So mind means wholesome of everything. That wholesome gives you freedom, but it periodically tells you that freedom is one which has to be protected by you, so that you are happier not only on August 15, but also in December 25 for celebration. I hope that ഇന്ന് ഹോളിസ്റ്റിക് ഫ്രീഡത്തിന്റെ ഔട്ട്ലൈൻ ഞാൻ പറഞ്ഞു തന്നത് കുറച്ച് പേർക്കൊക്കെ ഇഷ്ടപ്പെട്ട് കാണത്തില്ല. ഞാൻ ഹോളിസ്റ്റിക് ഫ്രീഡം എന്ന ഒരു ടോപ്പിക്കിനെ കേൾക്കാൻ വന്നു, പക്ഷെ ഇദ്ദേഹം വേറെ എന്തൊക്കെയോ എവിടേക്കോ സംസാരിച്ചെന്ന്. But I will say that when you start thinking holistically, whether you go to Gestalt, whether you talk about electronic system, whether you talk about zoological system, whether you talk about what you call that ecological system, or Gadgil theory, or Kasturirangan theory, everything comes in the holistic system. ഞാൻ മാത്രം ജീവിച്ചാൽ പോരാ, എൻ്റെ ബോഡികളെല്ലാം സേഫറും ഹെൽത്തിയർ ആയിരിക്കണം. പല ആൾക്കാർ സ്ട്രോക്ക് വന്ന പല ആൾക്കാരെ ഞാൻ ഇപ്പോൾ കാണാൻ തുടങ്ങി. ബിക്കോസ് മൈ ഫാദർ ഗോട്ട് അറ്റാക്ട് സ്ട്രോക്ക് ലാസ്റ്റ് ഇയർ September 6th September 2023. He was attacked and he lost speech. അതിനുശേഷമാണ് ഞാൻ ഈ എന്താ പറഞ്ഞ എന്ത് അറ്റാക്ക് ചെയ്ത് അതിൻ്റെ ആ ക്ലിനിക്കിലൊക്കെ പോകാൻ തുടങ്ങിയപ്പോഴാണ്, ആ സ്ട്രോക്ക് ക്ലിനിക്കിൽ പോയപ്പോഴാണ് പല കാര്യങ്ങൾ മനസ്സിലാകുന്നത്. നമ്മുടെ ബോഡി, മൈ ഫാദർ ഈറ്റ്സ്, മൈ ഫാദർ വാക്സ്, മൈ ഫാദർ ഗോസ് ടു ടോയ്ലറ്റ് ഓൺ ഹിസ് സെൽഫ്, but only thing he is not able to talk, he is not able to communicate, he is not able to do right interpersonal relationship. Whether he has empathy or not, he is not able to express it. So that means the total WHO's life skills nothing is having mark. എല്ലാം സീറോ ആയിപ്പോയി. ഒറ്റൊരു സിസ്റ്റം മാത്രമേ മാറിയിട്ടുള്ളൂ. അങ്ങനെ വരാതിരിക്കണമെങ്കിൽ നമ്മൾ ഓരോരുത്തരും എപ്പോഴും നമ്മുടെ ഹെൽത്ത് മെയിൻറ്റെയിൻ ചെയ്യുന്ന നമുക്ക് വേണ്ടിയല്ല, ഈ ഹോളിസ്റ്റിക് സിസ്റ്റത്തിൽ കൂടെ എന്ന് മാത്രം ചിന്തിച്ചാലേ വി വിൽ ഏബിൾ ടു സർവൈവ് അലോങ് വിത്ത് അതേഴ്സ് പറഞ്ഞ് ഞാൻ ഇപ്പോൾ തൽക്കാലം എൻ്റെ വാക്കുകൾ ഒരു സെമിക്കോളൻ ഇടാം. ബാക്കി സാബു സാർ പറഞ്ഞതിന് ശേഷം ഇൻ കേസ് എനിബഡി റിക്വസ്റ്റ് എനി ക്ലാരിഫിക്കേഷൻ വി ഷാൽ മൂവ് ഓൺ. ഐ എം റെഡി ടു ആൻസർ ഫോർ ദിസ്. 1 2 3 3 6 2 8 points. 8 points I shall once again revisit. Art of self-observation, facing fear and embracing changes, journey of patience and curiosity, nurturing inner child, embracing opportunity and purpose, harnessing the power and reflection, embracing the journey, and the power of verification and rechecking, running it. Thanks a lot. Thank you everybody. താങ്ക് യു സാർ, താങ്ക് യു. വളരെ മനോഹരം. തീർച്ചയായും ഈ ഇൻഡിപെൻഡൻസ് ഡേയിൽ നമുക്ക് എന്താണ് നമ്മുടെ ഹോളിസ്റ്റിക് ഫ്രീഡം എന്നുള്ളതിന് വളരെ മനോഹരമായ ഒരു എക്സ്പ്ലനേഷൻ സാർ തന്നു. അത് നമുക്കറിയാം, ഇൻഡിപെൻഡൻസിന്റെ ആ ഫ്രീഡം ഫൈറ്റേഴ്സ്, യുദ്ധത്തിൽ പങ്കെടുത്തവർ, അല്ലെങ്കിൽ ആ സ്വാതന്ത്ര്യത്തിന് വേണ്ടി അടരാടിയവർക്കൊക്കെ ഉണ്ടായ ആ ഒരു ഫ്രീഡം, അതൊരു ഇന്നർ ഫ്രീഡമാണ്. സാർ പറഞ്ഞ പോലെ നമുക്കെല്ലാവർക്കും ഉണ്ട് ഒരു അകത്ത മനുഷ്യൻ, ഒരു പുറത്തെ മനുഷ്യൻ എന്ന് പറയും, ഇന്നർ പേഴ്സൺ ആൻഡ് ഔട്ടർ പേഴ്സൺ. പക്ഷെ ഔട്ടർ പേഴ്സൺ ചുറ്റുപാടുകളിൽ നിന്നൊക്കെ എന്ത് സ്വീകരിച്ചാലും ഇന്നർ പേഴ്സന്റെ പവറാണ് പവർ. സോ ആ ഇന്നർ പേഴ്സന്റെ പവർ എത്രമാത്രം റൈസ് ചെയ്യാൻ പറ്റുമോ, എത്രമാത്രം അപ്ലിഫ്റ്റ് ചെയ്യാൻ പറ്റുമോ, അത്രമാത്രം നമ്മൾ സ്ട്രോങ്ങർ ആയി. ഇപ്പൊ സാർ പറഞ്ഞ തിയറട്ടിക്കൽ ഒരു സെൽഫ് ഒബ്സർവേഷൻ, നമ്മൾ ആരാണെന്ന് നമുക്ക് തന്നെ മനസ്സിലാകാനുള്ള ഒരു പവർ വേണമെങ്കിൽ, ഇല്ലെങ്കിൽ അതൊരു വിഷ്വസ് സർക്കിളിലേക്ക് പോകും. അങ്ങനെ വിഷ്വസ് സർക്കിളിൽ പോയാൽ നമ്മൾ തീർച്ചയായിട്ടും അടിപ്പെട്ടു പോകും. ആദ്യം അടിപ്പെടുന്നത് നമ്മുടെ മനസ്സിന് തന്നെയായിരിക്കും. മനസ്സിനെ ഉയർത്തി വെച്ചുകൊണ്ട് നമ്മുടെ ഇന്നർ സൈഡ് ഏറ്റവും പവർഫുൾ ആയിട്ട് നിർത്തുന്നത് തന്നെയാണ് ഫ്രീഡം. അതുകൊണ്ടല്ലേ ഈ ഇന്ത്യക്കൊക്കെ സ്വാതന്ത്ര്യം നേടാൻ വേണ്ടി ഇത്ര ആളുകൾ ജയിലിൽ കിടന്നിട്ടും ചിരിച്ചുകൊണ്ട് അവർ പുറത്തു വരുന്നത്. ഒന്നിനെ കുറിച്ച് ഒരു പരിഭവമില്ലാതെ വളരെ സന്തോഷത്തോടെ ഇതെല്ലാം നേടിയെടുത്തത് തന്നെ ഈ ഇന്നർ പവറിന്റെ ഫ്രീഡമാണ്. സോ അത് തന്നെയാണ് ഹോളിസ്റ്റിക് ഫ്രീഡം എന്ന് വളരെ മനോഹരമായിട്ട് ഇളങ്കോ സാർ നമ്മൾ കേട്ടത്. തീർച്ചയായിട്ടും ഈ ഇന്നർ പവർ തന്നെ കൊണ്ടാകട്ടെ. ഒത്തിരിയും സറൗണ്ടിങ് പ്രശ്നങ്ങളൊക്കെ ഉണ്ടാകാം, അതിൽ നിന്നൊക്കെ ഓവർകം ചെയ്യാൻ നമ്മളിലുള്ള ഇന്നർ
ഫ്രീഡം അല്ലെങ്കിൽ നമ്മളുടെ ഹോളിസ്റ്റിക് ഫ്രീഡം നമ്മളെ സഹായിക്കട്ടെ എന്ന് ആശംസിച്ചുകൊണ്ട് തീർച്ചയായിട്ടും ചർച്ചയിലേക്ക് പോവാം. ഇന്നൊരു സ്പെഷ്യൽ ഗസ്റ്റ് ഞാൻ വിളിക്കാം. ഡോക്ടർ ഷിബമോൾ ഉണ്ടോ? ഡോക്ടർ ഷിബമോൾ. Yes, sir. Yes, sir. Happy Yes, Independence Day to all. സാറ് ഹോളിസ്റ്റിക് ഫ്രീഡത്തെ കുറിച്ച് പറഞ്ഞപ്പോ പെട്ടെന്ന് എനിക്ക് ഓർമ്മ വന്നൊരു കാര്യം, 51 വയസ്സുള്ള എൻ്റെ ഒരു സീനിയർ സുഹൃത്താണ്. പുള്ളിക്കാരി പറഞ്ഞു, അപ്പുറത്തെ വീട്ടിലെ 73 വയസ്സുള്ള അമ്മച്ചി കിൻഡിൽ എന്ന് പറഞ്ഞ ഒരു ആപ്പ് ഉണ്ട്, അതിൽ പുസ്തകങ്ങളൊക്കെ വായിക്കാം എന്ന് പറഞ്ഞത്രേ. അപ്പൊ ആദ്യം കേട്ടപ്പോ പുള്ളി കേട്ടത് കിൻഡി എന്നാണ്. കാരണം കിൻഡിൽ എന്ന് പറയുന്ന ഒരു ആപ്പിനെ കുറിച്ച് പുള്ളിക്കാരി കേട്ടിട്ടില്ല. പക്ഷെ ഈ അമ്മച്ചിയെ സംബന്ധിച്ച് മോഡേൺ ആപ്പൊക്കെ പുള്ളിക്ക് അറിയാം. പുള്ളിക്കാരിയുടെ കൊച്ചുമക്കളുമായിട്ടൊക്കെ പുള്ളിക്ക് നന്നായിട്ട് കമ്മ്യൂണിക്കേറ്റ് ചെയ്യാൻ പറ്റുന്നുണ്ട്. അവരൊന്നിൽ നിന്ന് ഒഴിഞ്ഞു നിൽക്കുന്നില്ല. അപ്പൊ ഇവിടെ സാർ ഈ ഹോളിസ്റ്റിക് ഫ്രീഡത്തെ കുറിച്ച് പറഞ്ഞപ്പോ സെൽഫ് ഒബ്സർവേഷൻ അത് മനസ്സിലാക്കിയിട്ട് അവര് ഫേസിങ് ഫിയർ ആൻഡ് എംബ്രേസിങ് ചേഞ്ച്. പല ആൾക്കാരും സർക്കാർ സർവീസ് ആണെങ്കിൽ ഇപ്പൊ ഒരു ട്രെയിനിങ് ഒക്കെ നമ്മൾ പ്ലാൻ ചെയ്യുമ്പോൾ 3 ജനറേഷനിലുള്ള ആൾക്കാരെ വെച്ചുകൊണ്ടൊക്കെയാണ് നമ്മൾ ട്രെയിനിങ് പ്ലാൻ ചെയ്യേണ്ടതെന്നൊക്കെ പറയും. ഈ അമ്മച്ചി സ്വന്തമായി ഒബ്സർവ് ചെയ്തിട്ട് അവരെ ചേഞ്ചിനെ എംബ്രേസ് ചെയ്യാൻ തയ്യാറായിട്ട് ജേർണി ഓഫ് പേഷ്യൻസ് ആൻഡ് ക്യൂരിയോസിറ്റി. പേഷ്യൻസ് ഉണ്ടെങ്കിൽ ഇത് പഠിക്കാൻ പറ്റത്തുള്ളൂ. പിന്നെ മാത്രമല്ല ആ ഒരു ക്യൂരിയോസിറ്റിയും കൂടെ വേണം. ചിലർ പഠിക്കുന്നത് ഞാൻ കണ്ടിട്ടുണ്ട്, എല്ലാവരെയും ഇങ്ങനെ വഴക്ക് പറഞ്ഞ് എല്ലാവിധമായ നെഗറ്റീവ് വേർഡ്സ് ഉപയോഗിച്ച് ഗതിയില്ലാത്തോട്ട് പഠിക്കുന്ന ആൾക്കാരുണ്ട്. അപ്പൊ അങ്ങനെ അല്ലാതെ ഒരു പേഷ്യൻസോടുകൂടി ക്യൂരിയോസിറ്റിയോടുകൂടി പഠിച്ച്, അപ്പം ഈ അമ്മച്ചി ഇവിടെ കൊച്ചുമക്കളൊക്കെ ഇവരെ വിളിക്കും. പുള്ളിക്കാരിക്ക് സൂം ഓപ്പറേറ്റ് ചെയ്യാനും സ്ക്രീൻ ഷെയർ ചെയ്യാനും ഏറ്റവും ലേറ്റസ്റ്റ് ആയിട്ടുള്ള ഫോൺ കൈകാര്യം ചെയ്യാനും ഒക്കെ 73 വയസ്സുണ്ട്. പുള്ളി ഭയങ്കര എനർജറ്റിക് ആണ്. ഈ പറഞ്ഞ കാര്യങ്ങളൊക്കെ ശരിക്കും ആ ആരോഗ്യം നിലനിർത്തിക്കൊണ്ട് പോകാൻ പറ്റുന്നു. രാവിലെയുള്ള സൂം ക്ലാസ്സുകളിലൊക്കെ പങ്കെടുക്കാൻ പറ്റുന്നു. പിന്നെ ആദ്യത്തിലെ സാർ ഒരു കാര്യം പറഞ്ഞിരുന്നു, സമൂഹത്തില് മുൻപൊക്കെ ആയിരുന്നെങ്കിൽ അധ്യാപകരെ കണ്ടാൽ എഴുന്നേറ്റ് നിൽക്കും, അല്ലെങ്കിൽ പ്രായമുള്ളവരെ കണ്ടാൽ എഴുന്നേറ്റ് നിൽക്കും. അങ്ങനെ ഒരു സമൂഹം, അങ്ങനെ ഒരു രീതി. പക്ഷെ അതിൽ നിന്ന് ഇപ്പൊ ഒരു ഇതെന്ന് പറയുന്നത്, മക്കളെ വളർത്തുമ്പോ ഒരു പരിധി കഴിയുമ്പോൾ അവരെങ്ങും പോകരുത്, അവര് നോക്കിക്കോണം എന്ന് പറഞ്ഞിട്ട് ഒരു 60 വയസ്സ് അല്ലെങ്കിൽ 55 വയസ്സ് കഴിയുമ്പോൾ ഇനി നീയാണ് എന്നെ നോക്കേണ്ടത്, എനിക്ക് വെള്ളം എടുക്കാൻ കഴിവുണ്ടെങ്കിൽ ഞാൻ എടുക്കൂല, നീ എനിക്ക് എടുത്തു തരണം, ഞാൻ എണീറ്റ് നിൽക്കുമ്പോൾ എന്റെ കാലുകൾക്ക് ചെരുപ്പ് താഴെ വെച്ച് തരണം. ഇതിനെയൊക്കെ ഒരു ഭക്തി പോലെ അങ്ങ് കണ്ട് അങ്ങനെ കൊണ്ടുപോകുന്ന ഒരു സിസ്റ്റമും ഒരു ബിലീഫും ഉണ്ടായിരുന്നു. അതിൽ നിന്ന് മാറിയിട്ട് ഇപ്പൊ യൂറോപ്യൻസിന്റെ ഒക്കെ ചെല്ലുമ്പോഴത്തേക്ക് നമ്മൾ അവരെ ഹെൽപ്പ് ചെയ്താൽ അവർക്ക് എന്തോ ഒരു നാണക്കേട് പോലെയാ. അവർ സമ്മതിക്കത്തില്ല. നോ പ്ലീസ് പ്ലീസ് എന്ന് പറഞ്ഞിട്ട് അവര് തന്നെ അത് എടുക്കാൻ പോകും. അപ്പൊ ആ ഒരു ലെവലിലേക്ക് ഇപ്പോ 60 വയസ്സൊക്കെ കഴിയുമ്പോഴാണല്ലോ ശരിക്കും ജീവിതം എന്താണെന്ന് മനസ്സിലായി യൗവനം ആരംഭിക്കുന്നതെന്നൊക്കെയാ പറയുന്നത്. അപ്പൊ ആ ഒരു തിങ്കിങ് രീതിയിലേക്ക് കഴിഞ്ഞ ദിവസം ഒരാൾ സംസാരിച്ചപ്പോ പറഞ്ഞത്, പണ്ടത്തെ കാലം അനുസരിച്ചാണെങ്കിൽ രാമരാമ എന്ന് ജപിച്ച് മൂലക്കിരിക്കേണ്ട കാലമായി, ഇപ്പോഴും ഇറങ്ങി നടക്കുകയാണ്. അപ്പൊ പണ്ടത്തെ കാലം അങ്ങനെ ഒരു ഇതുണ്ടായിരുന്നു. കുറച്ച് കഴിയുമ്പോഴത്തേക്ക് വാനപ്രസ്ഥത്തിലേക്ക് പോകണം, പിന്നെ സന്യാസത്തിലേക്ക് പോകണം, അപ്പൊ ബാക്കിയുള്ളവരെയൊക്കെ ആശ്രയിച്ച് ജീവിക്കണം എന്നൊക്കെയുള്ള ഒരു ചിന്താഗതിയിൽ നിന്ന് മാറി ഈ ഹോളിസ്റ്റിക് ഹെൽത്ത്, ഹോളിസ്റ്റിക് ഫ്രീഡം എന്ന് പറയുന്നത് മറ്റുള്ളവരുടെ ഫ്രീഡത്തെയും കൂടി അനുവദിച്ചുകൊണ്ട്, സാറാ ലാസ്റ്റിലെ എക്കോളജിക്കൽ ഫ്രീഡവും ഒക്കെ പറഞ്ഞുകൊണ്ട് വെച്ചത് വളരെ മനോഹരമായിരുന്നു. ഒരുപാട് എൻജോയ് ചെയ്തു. ഒരുപാട് നാളുകൾക്ക് ശേഷമാണ് എനിക്ക് പ്ലാറ്റ്ഫോമിൽ എല്ലാവരെയും കാണാനും ഒക്കെ സാധിച്ചത്. ഒത്തിരി സന്തോഷം. താങ്ക് യു സർ. താങ്ക് യു ഫോർ ദ വണ്ടർഫുൾ പ്രസന്റേഷൻ. താങ്ക് യു ഷീബ മാം, നല്ല എക്സ്പ്ലനേഷൻ. താങ്ക് യു മാം, നല്ല എക്സാമ്പിൾ പോട്ടിങ്. താങ്ക് യു ഷിബമോൾ മാം. രാവിലെ മെഡിറ്റേഷൻ നടക്കുന്നുണ്ടല്ലോ അല്ലേ? യെസ് സർ, നടക്കുന്നുണ്ട്. ഇന്നും ഉണ്ടായിരുന്നു. ഓക്കെ, താങ്ക് യു. തുലേന്ദ്രൻ സർ. തുടങ്ങിയ സ്ഥലത്തുനിന്ന് കുറേയേറെ മുന്നോട്ട് പോയിട്ടാണ് നമ്മളൊന്ന് തിരിഞ്ഞു നിന്നത്. നമ്മുടെ പ്രാക്ടീസുകൾ നമ്മൾ മറ്റൊരു തരത്തിലേക്ക് എത്തിക്കുന്നു. നമ്മുടെ സ്വാതന്ത്ര്യത്തെ നാം അറിയാതെ കർവ് ചെയ്യുന്ന കുറെ കാര്യങ്ങൾ. അതിലൊരു എക്സാമ്പിൾ ഞാൻ പറയാൻ ആഗ്രഹിക്കുകയാണ്. ഈ ആനയെ, ചെറിയ ആനക്കുട്ടികളെ അവരെ പരിശീലിപ്പിക്കുന്ന സമയത്ത് അവരുടെ കൈകളോ കാലുകളോ പൊക്കാൻ പറ്റാത്ത രീതിയിലുള്ള വലിയ ചങ്ങലകൾ കൊണ്ടാണ് അവയെ പൂട്ടിയിടുന്നത്. ആന ശ്രമിക്കും കാലൊന്ന് പൊക്കാൻ, ചങ്ങല ഭാരം കൂടുതലാ, അനങ്ങാൻ പറ്റില്ല.
അപ്പോൾ അവരുടെ മനസ്സിൽ അങ്ങനെ ഒരു തോട്ട് കയറി കഴിഞ്ഞാൽ പിന്നെ നമ്മൾ കണ്ടിട്ടില്ലേ, വലിയ ക്ഷേത്രങ്ങളിലോ വലിയ തിരക്കുകളിലോ ഒക്കെ ആനയെ ചുമ്മാ ചെറിയൊരു ചങ്ങല വെച്ച് പൂട്ടിയിടുക ചെയ്യുന്നു. ആന അനങ്ങില്ല. ആന വേണമെങ്കിൽ ആനയ്ക്ക് ഒരു വലിച്ചൂരി കഴിഞ്ഞാൽ ആ ചങ്ങല പൊട്ടിപ്പോവും. അതേപോലെ തന്നെയാണ് അവന്റെ ചെവിയോട് ചേർന്ന് ഒരു ചെറിയ വടി വെച്ചിട്ട് ഈ ആനക്കാരൻ പുറത്ത് എവിടെയെങ്കിലുമൊക്കെ പോയി തിരിച്ചു വരുന്നവരെ ആ വടി അനങ്ങാതെ ഇരിക്കുന്നത്. അവിടെ ഒരു പ്രിപ്പറേറ്ററി മെന്റാലിറ്റി ഈ ആനയ്ക്ക് ത്രൂ പ്രാക്ടീസ് ചങ്ങലയുടെ കാര്യത്തിൽ പൊട്ടിക്കാൻ പറ്റില്ല. ഇവിടെ നമുക്ക് ഈ 78ാമത്തെ സ്വാതന്ത്ര്യദിനം നാം ആഘോഷിക്കുമ്പോൾ ഒരു അടിമച്ചങ്ങലയുടെ ഒരു ചെറിയ താളം കൂടി നമ്മുടെ കൂടെ ഉണ്ട്. അതിനാണ് സാർ ഒരു കാര്യം പറഞ്ഞു, ഹോളിസ്റ്റിക് ചിന്തയിലൂടെ മൈൻഡ്ഫുൾ ആയിട്ട് മുന്നോട്ട് പോവുകയാണെങ്കിൽ സെൽഫ് അവയർനെസ്സിലൂടെ ആ ചങ്ങലയെ നമുക്ക് വിസ്മരിക്കാം, നമ്മുടെ രീതിയിൽ നമുക്ക് മുന്നോട്ട് പോകാം. മറ്റൊരാളുടെ സ്വാതന്ത്ര്യത്തിലേക്ക് കയറാതെ മുന്നോട്ട് പോകണമെന്നുണ്ടെങ്കിൽ നമുക്ക് സെൽഫ് അവയർനെസ് വേണം. ഞാൻ ആഗ്രഹിക്കുന്നത് എന്തോ അത് മറ്റുള്ളവർക്ക് കൊടുക്കാനുള്ള ഒരു ബാധ്യത കൂടെ നമുക്ക് അവിടെയുണ്ട്. അത് ഈ ഹോളിസ്റ്റിക് മെന്റാലിറ്റിയിലൂടെ, മൈൻഡ്ഫുൾ മെന്റാലിറ്റിയിലൂടെ നമുക്ക് ഡെവലപ്പ് ചെയ്തെടുക്കാവുന്നതാണ്. ഇത്രയും ഭംഗിയായി ഇത് പറഞ്ഞു തന്ന സാറിന് ഒത്തിരി നന്ദിയുണ്ട് സർ. താങ്ക് യു വെരി മച്ച് സർ. താങ്ക് യു സർ. താങ്ക് യു. then മനോജ് സാർ, ആരുള്ള മനോജ് സാർ, ടോമി സാർ, ഹേമാവതി മാം. സർ, yes. ടോമി. ടോമി സാർ, ഗുഡ് ഈവനിങ്. ഗുഡ് ഈവനിങ് സർ. ഗുഡ് ഈവനിങ്. ഇളങ്കോ സാറിന്റെ ക്ലാസ് ആയതുകൊണ്ട് പ്രതാപൂർവ്വം ഇരുന്ന് കേട്ടതാണ്. ഈ ഹോളിസ്റ്റിക് ഫ്രീഡം എന്നൊക്കെ പറഞ്ഞപ്പോൾ ഞാൻ വിചാരിച്ചു സ്വാതന്ത്ര്യ സമരത്തെ കുറിച്ചും ഇന്ത്യൻ സ്വാതന്ത്ര്യ സമര സേനാനികളുടെ ഘോരഘോരമുള്ള ത്യാഗോജ്വലമായ ജീവിതത്തെ കുറിച്ചൊക്കെ ആയിരിക്കും സാറ് പറഞ്ഞു വരുന്നത്. പക്ഷെ നമ്മുടെ ജീവിതവുമായിട്ട് ബന്ധപ്പെട്ട് ഹോളിസ്റ്റിക് ഫ്രീഡം എന്താണെന്ന് വളരെ വ്യക്തമായിട്ട് പോയിന്റ് ബൈ പോയിന്റ് ആയിട്ട് സാർ പറഞ്ഞു തന്നു. നല്ല ഇൻഫോർമേറ്റീവ് ആയിരുന്നു സാർ. നല്ല ക്ലാസ് ആയിരുന്നു. താങ്ക് യു. താങ്ക്സ് എ ലോട്ട്. താങ്ക് യു സാർ. മനോജ് സാർ ഉണ്ടോ? ഹേമാവതി മാം, സ്നേഹലത മാം, ജോർജ് സാർ. ജോർജ് സാർ പറയും. താങ്ക് യു സാർ. ഇളങ്കോ സാറെ, ക്ലാസ്സിന്റെ തുടക്കത്തിൽ സാറ് പറഞ്ഞു ഈ വിരലിൽ എണ്ണാവുന്നവരും വിരലിൽ ചുവരിൽ തൂക്കിയിട്ടിരിക്കുന്നവരും മാത്രമല്ല സ്വാതന്ത്ര്യ സമര സേനാനികൾ, നേതാക്കൾ. ലക്ഷക്കണക്കിന് പേരുടെ ജീവൻ അതിനുവേണ്ടി ബലിയാടായിട്ടുണ്ട് അല്ലേ? ആ ബലി കൊടുത്തവരുടെ ഒന്നും ആരും അറിഞ്ഞിട്ടില്ല. ഒരുപക്ഷെ അവരുടെ ആ കാലത്തുള്ള കുടുംബാംഗങ്ങൾ മാത്രം അറിഞ്ഞു പോയവരായിരിക്കും അവര്. ഒന്നാമത്തെ കാര്യം, ഞാൻ അവരെ ഇങ്ങനെ ഓർത്തു പോവുകയായിരുന്നു എൻ്റെ മനസ്സിൽ. എൻ്റെ ഫാദറും പറഞ്ഞു കേട്ടിട്ടുണ്ട്, ഗാന്ധി തൊപ്പി വെച്ചുകൊണ്ട് ഇങ്ങനെ ഒരു 15 മൈലോളം ദൂരത്ത് മൂവാറ്റുപുഴ പ്രദേശത്ത് രാജഭരണത്തിനെതിരെ പോയതും പിന്നെ ബ്രിട്ടീഷ് ഭരണത്തിനെതിരെ അങ്ങനെ കോൺഗ്രസ് റാലി നടത്തിയ കാര്യങ്ങളൊക്കെ പറഞ്ഞു കേട്ടിട്ടുണ്ട്. പക്ഷെ പിന്നീട് ഒരിക്കൽ പറഞ്ഞു, എന്നാലും ഇതിലും ഭേദമൊക്കെ രാജഭരണമായിരുന്നു എന്ന് പറഞ്ഞു കേട്ടത്. അത് ഓരോ അനുഭവങ്ങളാണല്ലോ. ഈ കഴിഞ്ഞ ദിവസം ഞാനിപ്പോൾ ഇത് പറയാൻ പെട്ടെന്ന് ഓർത്തു വന്ന്, സാറ് പറഞ്ഞ പോലെ വളരെ സത്യമാണ്. നമ്മുടെ ഈ സ്വാതന്ത്ര്യം അത് വളരെ ഹോളിസ്റ്റിക് ആണ്. കാരണം അസ്വാതന്ത്ര്യം അനുഭവിക്കുന്നവരെ വെച്ച് നോക്കുമ്പോൾ നമ്മൾ സ്വാതന്ത്ര്യത്തിൻ്റെ അതിരൊക്കെ കഴിഞ്ഞ് അപ്പുറത്തേക്ക് പോയി. അതുകൊണ്ടാണല്ലോ നമ്മുടെ ഒരു വേലുച്ചാമിയോ മറ്റോ തൃശ്ശൂർ റെയിൽവേ സ്റ്റേഷനിൽ ആ റേപ്പ് നടത്തിയ അയാൾക്ക് വേണ്ടിയിട്ട് വാദിക്കാനും നമ്മുടെ സംവിധാനത്തിൽ അതിന് സൗകര്യമുണ്ട്. അത് നമ്മുടെ സ്വാതന്ത്ര്യത്തിന്റെ പരിധി അവിടം വരെ പോയി ഇല്ലേ? അതേപ്പറ്റി ഈ കഴിഞ്ഞ ദിവസം വാട്സാപ്പിൽ വന്ന ഒരു മെസ്സേജ്, അത് ഇച്ചിരി നീണ്ടുകൊണ്ടുണ്ട്. സോക്രട്ടീസ് പറഞ്ഞ ഒരു പ്രിഡിക്ഷൻ ഓഫ് ദ ഫാൾ ഓഫ് ഡെമോക്രസി. അത് പറയുന്നത് അവസാനം ഡെമോക്രസിയിൽ എല്ലാവർക്കും വേണ്ടത് കൊടുക്കാനുള്ള സംവിധാനമുണ്ട്. അപ്പോൾ ഡെമോക്രസിയിൽ ആദ്യം വേണ്ടത് എന്താ?
പാവപ്പെട്ടവന് സമ്പന്നന്റെ സ്വത്ത് വേണം. നമ്മുടെ നാട്ടിൽ അത് കൊടുത്തല്ലോ. ആ ജന്മികളെ എല്ലാം ഉടച്ച് തകർത്ത് കളഞ്ഞ് എല്ലാവർക്കും ഭൂമി കൊടുത്തു, സ്വത്തുക്കൾ കൊടുത്തു. അത് ജനാധിപത്യത്തിലുണ്ട്. അതുപോലെ മുതിർന്നവരെ മാനിക്കണം. കുറെ നിയമങ്ങൾ അതിനുണ്ട്, ആ സംരക്ഷണം കിട്ടുന്നുണ്ട്. അതുപോലെ സ്ത്രീ സുരക്ഷ, ശിശുക്കളുടെ സുരക്ഷ, അങ്ങനെ ഓരോ വിഭാഗത്തിന് പ്രത്യേകിച്ച് വേണം, അതും കൊടുക്കുന്നുണ്ട്. പിന്നെ കള്ളന്മാരുണ്ട്, തട്ടിപ്പുകാരുണ്ട്, കൊള്ളക്കാരുണ്ട്. അവരെ സംരക്ഷിക്കാനുള്ള സംവിധാനവും ഈ സ്വാതന്ത്ര്യ ഘടനയ്ക്കകത്തുണ്ട്. അതുകൊണ്ട് തന്നെ അവർ ഒടുക്കം അധികാരത്തിൽ വരികയും ഏകാധിപത്യത്തിലേക്കും അരാജകത്വത്തിലേക്കും പോകുമെന്ന് BC 470 399 സോക്രട്ടീസ് പറഞ്ഞു എന്നും പറഞ്ഞൊരു വാട്സാപ്പ് മെസ്സേജ്. വാസ്തവത്തിൽ സാറ് ഇന്ന് ഇത് പ്രസന്റ് ചെയ്യുക കൂടെ ചെയ്തപ്പോൾ ഞാൻ ഇത് കൂട്ടി വായിച്ചു. എത്രയോ ശരിയാണ്. ഈ കഴിഞ്ഞ ദിവസവും ഇതുപോലെ തന്നെ നമ്മുടെ നാട്ടിൽ നടക്കുന്ന അഴിമതിയെ കുറിച്ചൊരു ക്ലാസ് ഈ പ്ലാറ്റ്ഫോമിൽ തന്നെ വന്നപ്പോഴും ഇതൊക്കെ തന്നെ ഓർമ്മിപ്പിക്കാൻ ഇടവന്നു. നമ്മുടെ സ്വാതന്ത്ര്യം പൊലയന്നൻ സാറും പറഞ്ഞല്ലോ, മൂക്കെ തൊടാനുള്ള സ്വാതന്ത്ര്യം വരെ അതിനപ്പുറത്ത് വരെ ഉള്ളൂ എന്ന് പറയുന്നത്. ഇപ്പൊ മൂക്കിന് ഇടിക്കുന്നിടം വരെ അത് ഉപയോഗിക്കുന്നുണ്ട് എന്നുള്ളത് ഇതിന്റെ ഒരു പോരായ്മയാണ്. എന്താ ചെയ്യാ, നമുക്ക് തിരുത്താൻ പറ്റില്ല, പക്ഷെ അവെയർ ആയിരിക്കാൻ കഴിയും. പിന്നെ 4 കാര്യം പറഞ്ഞല്ലോ, എനിക്കും നിനക്കും മറ്റുള്ളവർക്കും ഈ സാഹചര്യങ്ങൾക്കും അതൊക്കെ സാധ്യമാകുന്നിടത്തോളം നമുക്ക് നന്നാക്കാൻ നോക്കാം, ഇങ്ങനെ കഴിയാം. സാറേ, ഇളങ്കോ സാർ, ഒത്തിരി സന്തോഷം, ഒത്തിരി നന്ദി. താങ്ക് യു സർ. സബു സാർ പ്രത്യേകം നന്ദി. ഓക്കെ, എനിക്ക് ഇളങ്കോ സാറിനെ തിരക്കൊണ്ടെന്ന് തോന്നുന്നു. എന്തെങ്കിലും വേറെ ആർക്കെങ്കിലും പെട്ടെന്ന് ഷെയർ ചെയ്യൂ, അല്ലെങ്കിൽ നമുക്ക് അതിന്റെ പെട്ടെന്ന് പറയും. സാറിനോട് ഞാൻ ലീവ് പറഞ്ഞാണ്. കാരണം ഞാൻ പറഞ്ഞില്ലേ സാറേ, ഇത് ഞാൻ പഠിച്ച ബുക്കാണെങ്കിൽ 6 തിയറി ബുക്ക് മുമ്പിൽ വെച്ചിട്ട് 2-3 ദിവസമായി രാവിലെ എഴുന്നേറ്റിട്ടെല്ലാം പഠിക്കുന്നത്. റെഫറി ടെസ്റ്റ്, സ്റ്റേറ്റ് റെഫറി ടെസ്റ്റിനെ ഒന്ന് ശ്രമിച്ച് നോക്കാന്ന് വെച്ചിട്ട്. അപ്പം സാറിന്റെ ക്ലാസ് എന്ന് പറയുമ്പോൾ ഞാനൊന്ന് വന്ന് എത്തി നോക്കി പോവാൻ വിചാരിച്ചാണ്. പക്ഷെ ഇളങ്കോ സാറിന്റെ ക്ലാസ് എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. ആ ഒരു സാറ് പറയുന്ന രീതിയൊക്കെ ഭയങ്കര ഇഷ്ടമാണ്. അപ്പം കേൾക്കാമോ സാറേ? കേൾക്കാമോ? അപ്പൊ അതിലിപ്പോ എനിക്ക് പറയാനുള്ളത്, അവനവനോട് തന്നെ, അതായത് നമ്മളോട് തന്നെ നമുക്കൊരു ബഹുമാനം, ഇഷ്ടമൊക്കെ വേണം. അതല്ലാതെ നമുക്കിപ്പം ചെറിയ കാര്യം വരുമ്പോ അപകർഷതാബോധം, പിന്നെ ആത്മവിശ്വാസക്കുറവ്, ഇങ്ങനെല്ലാം വരുമ്പോ ആണ് ഈ പ്രശ്നങ്ങളൊക്കെ ഉണ്ടാകുന്നത് നമുക്ക്. അതിൽ തന്നെ കുറച്ചും കൂടി എനിക്ക് തോന്നുന്നു, ഞാനിപ്പം അടങ്ങിയിരിക്കാറില്ല, എന്തെങ്കിലും പഠിച്ചോണ്ട കാര്യം. അപ്പൊ അറിവ് നേടുമ്പോ ഉണ്ടല്ലോ സാറേ, കാരണം അറിവ് എന്ന് പറയുമ്പോ തിരിച്ചറിവ് ഉണ്ടാവണം. അറിവ് നേടുമ്പോ നമുക്ക് കുറച്ചും കൂടി ആ ലൈഫിൽ ഒരു സുഖം തോന്നാറുണ്ട് സാറേ. കാരണം മറ്റുള്ള അൺനെസസറി ടോക്ക്, ഇങ്ങനെ ആത്മാർത്ഥമായിട്ട് പറയാണ്, അതെല്ലാം ഒഴിവാക്കാൻ പറ്റും. പിന്നെ ലോകത്തിനെ കുറിച്ചുള്ള ഒരുപാട് ശരിയായിട്ടുള്ള കാര്യങ്ങൾ മനസ്സിലാക്കുമ്പോൾ, നല്ല ചിന്തകൾ വരുമ്പോഴും നമുക്ക് ജീവിക്കുമ്പോൾ അതിൻ്റെതായിട്ടുള്ളതുണ്ടാവും. പിന്നെ സാറ് പറഞ്ഞ ബസ്സിന്റെ സീറ്റ്, ബസ്സിലിപ്പോ സീറ്റ് കിട്ടാൻ വേണ്ടിയിട്ട് സീറ്റ് ഉണ്ട്, സീനിയർ സിറ്റിസൺ സീറ്റ് ഉണ്ട്. പക്ഷെ ചില ആൾക്കാർ ഈ മുടിയെല്ലാം കറുപ്പിച്ചിട്ടുള്ളവർ ഒരു 10-70 വയസ്സായാലും സീറ്റ് ചോദിക്കാറില്ല. നമ്മള് അറിയുന്നവരാണെങ്കിൽ സീറ്റ് ഉണ്ട്, നിങ്ങൾ എവിടെ ഇരുന്നോ? നോ, വേണ്ട. അപ്പൊ എനിക്ക് തോന്നുന്നു അവിടെ അവർക്ക് പ്രായം ആരും അറിയണ്ടെന്നുള്ള ഒരു വിചാരം ഉണ്ടാകുന്നു. പക്ഷെ സ്ത്രീകൾ അങ്ങനല്ല, വീട്ടിലെല്ലാം പണിയെടുത്ത് പോയിട്ട് സീനിയർ സിറ്റിസൺ ആണെങ്കിൽ ഇരിക്കുന്നുണ്ട്. പക്ഷെ ഇപ്പോഴത്തെ കുട്ടികളെ സംബന്ധിച്ച് നമ്മളറിയാതെ, പണ്ടല്ലോ ബസ്സിൽ സീറ്റ് അറിയാതെ നിന്ന് പോകും. അതായത് പ്രായമാവണം എന്നില്ല, നമ്മള് പഠിക്കുന്ന കുട്ടികളാണെങ്കിൽ ഒരു 10, 25, 30 വയസ്സുള്ളവരെ കാണുമ്പോൾ പോലും നമ്മൾ അറിയാതെ വന്നിട്ട് സീറ്റ് കൊടുക്കും. അതിലിപ്പം കുട്ടികളെ സംബന്ധിച്ചിടത്തോളം സാമൂഹിക പ്രതിബദ്ധത ഇല്ല സാറേ. പണ്ടിപ്പം നമ്മളിപ്പോ ഒരു മരണം കഴിഞ്ഞ, ഞാൻ സാധാരണ പറയുന്നത്, മരണം കഴിഞ്ഞ വീട്ടില് എല്ലാരും കൂടിയിട്ട് ആ കരയുന്ന അവസ്ഥയിലേക്ക് പോവുകയാണ്. ഇപ്പൊ അങ്ങനല്ല. അതാ മോള് പിന്നെ ഇവിടുന്ന് ന്യൂയോർക്കിൽ നിന്ന് വന്നിന്, മോനെ ഇവിടുന്ന് ഓസ്ട്രേലിയയിൽ നിന്ന് വന്നിന്. അപ്പൊ ഒരു സെക്ഷൻ കുട്ടികളുടെ ഒരു റൂമിലുണ്ടാവും, എല്ലാരും ഈ സെൽഫോണ് മാന്തിക്കൊണ്ടിരിക്കുന്നുണ്ടാവും അവര്. അപ്പൊ എനിക്ക് തോന്നുന്നത് സാമൂഹ്യ പ്രതിബദ്ധത അല്ല, കുടുംബത്തോടും പ്രതിബദ്ധത ഇല്ല. അവരുടെ രീതി അങ്ങനെയാണ് ഇപ്പൊ. അതിപ്പോ അവർക്കിപ്പോ നല്ലൊരു പഠിപ്പിച്ചു കൊടുക്കാനൊന്നും പറ്റില്ല, കാരണം അതിലേക്ക് വളർന്നു കഴിഞ്ഞു, മാറിക്കൊണ്ട് ഇരിക്കുകയാണ് അതിലേക്ക്.
എന്തായാലും സാറിന്റെ ക്ലാസ് ഉണ്ടല്ലോ സാറേ, വളരെ നല്ല ക്ലാസ് ആണ്. താങ്ക് യു സാർ, താങ്ക് യു സോ മച്ച്. ഓക്കെ, താങ്ക് യു താങ്ക് യു. താങ്ക് യു. ഓക്കെ, നമുക്ക് വൈൻഡപ്പ് ചെയ്യാം. അപ്പൊ എല്ലാവർക്കും സ്വാതന്ത്ര്യ ദിനത്തിന്റെ പുഷ്പളമായ ആശംസകൾ നേരുന്നു. നാളെ നമുക്ക് തിരുവള്ളുവറിന്റെ തിരുക്കുറൾ അതിന്റെ 10ാമത്തെ സെഷൻ കഴിഞ്ഞു. ഹലോ സർ, താങ്ക് യു. വളരെ Okay, sir. Thank you. Thanks a lot, and happy Independence to all of you. Especially on this Independence Day, let us remember our body and holistic freedom. Thank you. Good night, sir. താങ്ക് യു സാർ, ഗുഡ് നൈറ്റ്. ഷിബ മോൾ മാം.